وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد فيقول المصنف الإمام المجدد العلامة والشيخ محمد بن عبد الوهاب رحمه الله تعالى باب ما جاء في الإقسام على الله عن جندب بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال رجل والله لا يغفر الله لفلان فقال الله عز وجل من ذا الذي يتألى علي ألا أغفر لفلان إني قد غفرت له وأحبطت عملك رواه مسلم. وفي حديث أبي هريرة أن القائل رجل عابد قال أبو هريرة تكلم بكلمة أوبقت دنياه وآخرته. فيه مسائل: الأولى التحذير من التألي على الله، الثانية كون النار أقرب إلى أحدنا من شراك نعله، الثالثة أن الجنة مثل ذلك، الرابعة فيه شاهد لقوله إن الرجل ليتكلم بالكلمة إلى آخر الحديث، الخامسة أن الرجل قد يغفر له بسبب هو من أكره الأمور إليه. സഹോദരന്മാരെ, കിതാബ് തൗഹീദിലെ 63-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലാക്കുള്ള ഉബൂദിയ്യ, അല്ലാഹുവിനുള്ള അടിമത്വം, ആരാധന, അത് പ്രകടിപ്പിക്കുമ്പോൾ ഉബൂദിയ്യത്തിന്റെ മഖാമിന് വിരുദ്ധമാകുന്ന ഏതെങ്കിലും ഒരു മനോഭാവം അദ്ദേഹത്തിൽ കടന്നു വരുന്നത് അയാളുടെ ആരാധനകളെ നിഷ്ഫലമാക്കി തീർക്കുന്നതിന് കാരണമാകും. രണ്ടാമത്തേത്, ഒരു മുഅ്മിനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ നാവ് വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. വിശിഷ്യ അല്ലാഹുവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ
സ്വാഭാവികമായും അയാൾ വാക്കുകൾ വളരെ സൂക്ഷിച്ചു മാത്രമേ പ്രയോഗിക്കാവൂ. സൂഉൽ അദബ് മഅല്ലാഹ്, അള്ളാഹുവിനോട് അദബ് കേട് വരുത്തി തീർക്കുന്ന ഏതെങ്കിലും വാക്കുകൾ അയാളിൽ നിന്ന് സംഭവിക്കുന്നത് തന്റെ ദീനും ദുനിയാവും നശിക്കുന്നതിന് കാരണമായി തീരും. ഈ രണ്ട് ഗൗരവതരമായ പ്രമേയങ്ങളാണ് മുസന്നിഫ് റഹിമഹുല്ലാ ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബാബു മാ ജാഅ ഫിൽ ഇഖ്സാമി അലല്ലാഹ്. അഖ്സമ യുഖ്സിമു എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക എന്നാണ്. ഇഖ്സാം സത്യം ചെയ്യൽ, അലല്ലാഹ് അള്ളാഹുവിന്റെ മേൽ സത്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരാൾ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുക എന്ന കാര്യമല്ല അൽ ഇഖ്സാമു അലല്ലാഹ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, മറിച്ചൊരു കാര്യമാണ്. ഞാൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തെറ്റുമില്ല. സത്യം ചെയ്യേണ്ടത് അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ്. മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ്. ഒരാൾ സത്യം ചെയ്യുകയാണെങ്കിൽ, ശപഥം ചെയ്യുകയാണെങ്കിൽ മഹാന്മാരെ കൊണ്ടോ പൂർവികന്മാരെ കൊണ്ടോ മറ്റു വസ്തുക്കളെ കൊണ്ടോ സൃഷ്ടികളെ കൊണ്ട് ഒരിക്കലും തന്നെ സത്യം ചെയ്യാൻ പാടില്ല. മറിച്ച് സത്യം ചെയ്യേണ്ടത് അള്ളാഹുവിനെ കൊണ്ടാണ്. അത് സത്യം. ആ സത്യമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് അൽ ഇഖ്സാമു അലല്ലാഹ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ളാഹു അങ്ങനെ ചെയ്യും എന്ന് ഞാൻ സത്യം ചെയ്യുന്നു, അള്ളാഹു അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ കട്ടായം പറയുന്നു. അള്ളാഹുവിന്റെ കാര്യത്തിൽ തഹക്കുമ് നടത്തുക. ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങളിൽ അയാളങ്ങോട്ട് തീരുമാനമെടുത്തിട്ട് തീർപ്പ് പറയുന്നു, അങ്ങനെയാണ് അള്ളാഹ് ചെയ്യുള്ളൂ, അങ്ങനെ അള്ളാഹു ചെയ്യില്ല എന്ന് കട്ടായം പറയുന്നത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ അവൻ ആർക്ക് കൊടുക്കും, ആർക്ക് കൊടുക്കില്ല, അള്ളാഹുവിന്റെ ശിക്ഷ ആർക്ക് വരും, ആർക്ക് വരില്ല. യതഹജ്ജറു അലല്ലാഹ്, അള്ളാഹുവിനെ നിയന്ത്രിക്കുകയാണ്, അള്ളാഹുവിന്റെ മേൽ അയാൾ അധികാരം പ്രയോഗിക്കുകയാണ്, അള്ളാഹുവിനോട് അയാൾ കൊഞ്ചുകയാണ്. ഇതാണ് അൽ ഇഖ്സാമു അലല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രയോഗങ്ങൾ കിതാബിന്റെ നസ്വ് വായിച്ചു പോന്നിട്ടുള്ള ആളുകൾ വേർതിരിച്ചു തന്നെ മനസ്സിലാക്കണം. അഖ്സമ ബില്ലാഹ് എന്ന് പറയുന്നതും അഖ്സമ അലല്ലാഹ് എന്ന് പറയുന്നതും രണ്ടാശയമാണ്. അഖ്സമ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹനെ മുൻനിർത്തി അള്ളാഹനെ കൊണ്ട് സത്യം ചെയ്യുന്ന, അത് മശ്റൂആയ കാര്യമാണ്, തെറ്റില്ലാത്ത വിഷയമാണ്. അൽ ഇഖ്സാമു അലല്ലാഹ് എന്ന് പറയുമ്പോൾ വിഷയം മാറി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരാവകാശങ്ങളിൽ ഒരാൾ കടന്നു കയറുകയാണ്. അള്ളാഹ് അങ്ങനെ ചെയ്യില്ല, അള്ളാഹ് അങ്ങനെ ചെയ്തിരിക്കും. അള്ളാഹുവിന്റെ ഹിതത്തിൽ, അവന്റെ തീരുമാനത്തിൽ, അവന്റെ ഉദ്ദേശ്യങ്ങളിൽ അവന്റെ സൃഷ്ടിയായ ഒരു മനുഷ്യൻ പരിധി വിട്ടുകൊണ്ട് സംസാരിക്കുന്നതാണ് അൽ ഇഖ്സാമു അലല്ലാഹ്. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് വന്നിട്ടുള്ളത്, ഇതാണ് ഈ അധ്യായത്തിൽ ചർച്ചാ വിഷയമാക്കുന്നത്. അതും തൗഹീദും തമ്മിൽ എന്താണ് ബന്ധം? അതും തൗഹീദും തമ്മിലുള്ള ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയ്യത്ത്. അല്ലാഹുവാണ് റബ്ബ്, അവൻ മാത്രമാണ് റബ്ബ്, അവനാണ് ഖാലിഖ്, അവനാണ് സൃഷ്ടാവ്, അവൻ മാത്രമേ സൃഷ്ടാവായിട്ടുള്ളൂ, അവനാണ് മാലിക്, അവനാണ് ഉടമസ്ഥനായിട്ടുള്ളവൻ, അവനാണ് മുദബ്ബിർ, അവനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ആ കാര്യത്തിൽ ആർക്കുമേ യാതൊരു സ്വാധീനവുമില്ല. എന്നിരിക്കെ അള്ളാഹുവിന്റെ സൃഷ്ടി, അവന്റെ സൃഷ്ടികളെ അവൻ ഉടമപ്പെടുത്തുന്ന കാര്യത്തിൽ, അവയെ അവൻ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അള്ളാഹ് അങ്ങനെ ചെയ്യൂ, അള്ളാഹ് ഇങ്ങനെ ചെയ്യൂ, അള്ളാഹ് അങ്ങനെ ചെയ്തിരിക്കും
എന്നിത്യാദി കാര്യങ്ങൾ ഒരാൾ കട്ടായം പറയുന്നത് അവന്റെ അധികാരാവകാശങ്ങളിൽ റുബൂബിയത്തിൽ ഒരാൾ കൈവെക്കുന്ന തെറ്റായ നടപടിയാണ്. അതുകൊണ്ട് തന്നെ അത് തൗഹീദിന് ഭംഗം വരുത്തുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് അൽ-ഇഖ്സാമു അലല്ലാഹ് എന്ന വിഷയം കിതാബ് തൗഹീദിൽ അധ്യായമായി എടുത്തു ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് തെളിവായി കൊണ്ട് ഉദ്ധരിച്ചിരിക്കുന്നത് ഇമാം മുസ്ലിം സഹീഹിൽ കൊണ്ടുവന്നിട്ടുള്ള തന്റെ സഹീഹ് മുസ്ലിമിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹദീസ് അൻ ജുന്ദുബ് ഇബ്നു അബ്ദില്ലാഹ് ജുന്ദുബ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായ قال قال رسول الله صلى الله عليه وسلم അദ്ദേഹം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന്. قال رجل ഒരു മനുഷ്യൻ പറഞ്ഞു. ആ മനുഷ്യനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർവീകരിൽപ്പെട്ട ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിയല്ല, പൂർവീക സമുദായങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ. വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം. ലാ യഗ്ഫിറുല്ലാഹ് അല്ലാഹു പൊറുക്കുകയില്ല ലിഫുലാനിൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഒരു വ്യക്തിയെ പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്ന് അള്ളാഹുന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് അയാൾ ശപഥം ചെയ്തുകൊണ്ട് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. فقال الله عز وجل അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ അവന്റെ തീർപ്പ് അവൻ കൽപ്പിച്ചു. അല്ലാഹു പറഞ്ഞു, മൻ അല്ലദീ യതഅല്ല അലയ്യ അല്ലാ അഗ്ഫിറ ലിഫുലാൻ. മൻ ഇസ്തിഫാമാണ്, അത് ഇൻകാരിയാണ്, അത് മുബ്തദയാണ്. ലാ എന്നുള്ളത് മുൽഗാഹ്, അതിവിടെ ലാ മഹല്ല ലഹു മിനൽ ഇറാബ്. ആരാണുള്ളത്? മൻ ആരാണുള്ളത്? അല്ലദീ എന്നുള്ള ഇസ്മുൽ മൗസൂൽ ഖബറായിട്ടാണ് വന്നത്. ഒരുവൻ ആരാണ് ഒരുവനായിട്ടുള്ളത്? യതഅല്ല അലയ്യ. തഅല്ല യതഅല്ല അലിയത്ത് എന്ന് പറഞ്ഞാൽ സത്യം ചെയ്ത് പറയാം, കട്ടായം പറയാം. ആരാണ് എന്റെ മേൽ കട്ടായം പറയാൻ, എന്നിട്ട് അള്ളാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ, അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽ കടന്നു കയറി കട്ടായം പറയാൻ ആരാണുള്ളത്? എന്താണ് അയാൾ കട്ടായം പറയുന്നത്? അൻ ലാ അഗ്ഫിറ ലിഫുലാൻ, ഇന്നാലിന്റെ വ്യക്തിക്ക് ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന്. അള്ളാഹ് ഒരാൾക്ക് പുറത്തു കൊടുക്കുമോ പുറത്തു കൊടുക്കില്ലേ എന്നുള്ളത് അത് അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്, അത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. അതിൽ അവന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും യാതൊരു പങ്കും യാതൊരു അധികാരവുമില്ല. എന്നിരിക്കെ എന്റെ ഈ അവകാശത്തിൽ കടന്നു കയറി അഭിപ്രായം പറയാനും കട്ടായം പറയാനും എന്നെ നിയന്ത്രിക്കാനും എന്റെ മേൽ സമ്മർദ്ദം ചെലുത്താനും ആരാണുള്ളത്? അള്ളാഹു അയാളുടെ നടപടിയെ അധിക്ഷേപിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരാളോട്, ഒരു വ്യക്തിയോട് നിന്നോട് അള്ളാഹു പൊറുക്കില്ല എന്ന് മുഖത്ത് നോക്കി അള്ളാന്റെ പേര് ചൊല്ലി ശപഥം ചെയ്തുകൊണ്ട് പറഞ്ഞു. ആ പറഞ്ഞ ആ വ്യക്തി, പറയപ്പെട്ട വ്യക്തിയോട് അള്ളാഹു പറഞ്ഞു, ഇന്നി ഖദ് ഗഫർതു ലക്, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ പുറത്തു തന്നിരിക്കുന്നു. അത് അള്ളാഹ് അയാൾക്കത് പുറത്തു കൊടുക്കുന്നത് ഏതിന്റെ പേരിലാണ്? അതൊക്കെ എനിക്ക് അള്ളാഹ് വിശദീകരിക്കാം. എന്നാൽ മറ്റേ ആളോട് ഇങ്ങനെ അള്ളാന്റെ അധികാരാവകാശങ്ങളിൽ കയറിയിട്ട് അള്ളാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന, അള്ളാന്റെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വിധം കട്ടായം പറഞ്ഞ് സംസാരിച്ച ആളോട് ആ ചെയ്ത തെറ്റിന്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു, വഅഹ്ബത്തു അമലക്, നിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ പാഴാക്കുകയും ചെയ്തിരിക്കുന്നു. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഹദീസ് കുറച്ചുകൂടി വിശദമായിട്ട് സുനനുകളിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്.
ആ സംഭവം ഇങ്ങനെയാണ്. അത് കൂടെ കേൾക്കുമ്പോൾ പൂർണ്ണമായൊരു ചിത്രം നമ്മുടെ മനസ്സിൽ വരും. ഇക്രിമത്ത് ബിൻ അമ്മാർ പറയുന്നു, ദഖൽതു മസ്ജിദൽ മദീന, ഞാൻ മദീനയിലെ പള്ളിയിൽ പ്രവേശിച്ചു. ഫനാദാനി ശൈഖുൻ, അപ്പോൾ അല്പം വയോധികനായ ഒരാൾ എന്നെ വിളിച്ചു. ഖാല യാ യമാമിയു തആൽ, യമാമി, അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ചേർത്തിട്ടാണ് ആ വിളി. അദ്ദേഹത്തെ ആ നാട്ടുകാരൻ എന്നർത്ഥത്തിലാണ് യമാമക്കാരനായ മനുഷ്യ, ഇങ്ങോട്ട് അടുത്തേക്ക് വാ. വമാരിഫു, എന്നെ യമാമി എന്ന് വിളിച്ച് അടുത്തേക്ക് വിളിച്ച ആ വയോധികനായ ആളെ എനിക്കറിയില്ല, പരിചയമല്ല. എന്നെ അടുത്ത് വിളിച്ചുകൊണ്ട് അദ്ദേഹം ഉപദേശിച്ചു, ഒരാളോടും നീ പറയാൻ ഇടവരരുത്. അള്ളാഹു ഒരിക്കലും നിന്നോട് പൊറുക്കുകയില്ല. അള്ളാഹു നിന്നെ അവന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് നീ ഒരാളോടും പറഞ്ഞു പോകരുത്. അപ്പോൾ ഞാൻ ചോദിച്ചു, വമൻ അൻത യർഹമുക്കല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, നിങ്ങൾ ആരാണ്? ഖാല അബൂ ഹുറൈറ, അദ്ദേഹം പറഞ്ഞു, ഞാൻ അബൂ ഹുറൈറയാണ്. സ്വഹാബി വര്യനായ അബൂ ഹുറൈറയാണ് ഇക്രിമത്ത് ബിൻ അമ്മാർ അൽ യമാമി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഈ ഉപദേശം നൽകുന്നത്. فقلت إن هذه كلمة يقولها أحدنا لبعض أهله, ഈ വാക്ക് അള്ളാഹ് നിന്നോട് പൊറുക്കൂലട്ടോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗം നിരത്തിൽ നീ കേറൂല കേട്ടോ, ഇത് ഞങ്ങളിൽ ഒരാൾ അവരുടെ വീട്ടുകാരോട് ചിലപ്പോൾ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോകാറുള്ളൊരു വാക്കാണല്ലോ. ഇതാ കോപമുണ്ടായി കഴിയുമ്പോൾ, ഔലി സൗജതിഹി ഔലി ഖാദിമി, ചിലപ്പോൾ തന്റെ ഭാര്യയോട് പറയാം, ചിലപ്പോൾ തന്റെ പരിചാരകനോട് പറയാം. ദേഷ്യം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അള്ളാഹ് പൊറുക്കൂല തന്നോട്, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കണി കാണൂല എന്നൊക്കെ ഞങ്ങള് കാഷ്വലായിട്ട് പറയുന്നൊരു വാക്കാണല്ലോ. അപ്പൊ അബൂ ഹുറൈറ പറഞ്ഞു കൊടുത്തു, ആ വാക്ക് പ്രയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം ഞാൻ അങ്ങനെ ഉപദേശിക്കാനുള്ള കാര്യം, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന റജുലൈനി കാനാ ഫീ ബനി ഇസ്രായീൽ മുതഹാബ്ബൈൻ, ബനു ഇസ്രായേലിൽ ഇസ്രായേൽ വംശത്തിൽപ്പെട്ടിട്ടുള്ള പരസ്പരം സ്നേഹിച്ചിരിക്കുന്ന രണ്ടാളുകൾ ഉണ്ടായിരുന്നു. വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അഹദുഹുമാ മുജ്തഹിദുൻ ഫിൽ ഇബാദ, അതിലൊരാൾ ആരാധനയുടെ കാര്യത്തിൽ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ മുജ്തഹിദാണ്, കഠിനാധ്വാനം ചെയ്ത് വളരെ ത്യാഗപൂർണമായി ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയാണ്. والآخر كأنه يقول مذنب, മറ്റേയാള് അദ്ദേഹത്തിന്റെ ലിസാനുൽ ഹാൽ, അദ്ദേഹത്തിന്റെ സ്ഥിതിഗതികൾ കണ്ടാൽ അയാളൊരു മുദ്നിബാണ്, എപ്പോഴും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് മറ്റേയാളെ തോന്നുന്നത്. ഒരാൾ ഇബാദത്തിലുള്ള ത്യാഗവും, മറ്റൊരാളാണെങ്കിലോ അത്ര ശ്രദ്ധയില്ലാതെ തെറ്റുകുറ്റങ്ങളിൽ മുഴുകിപ്പോകുന്ന ഒരാളുമാണ്. ഫജഅല യഖൂൽ, അങ്ങനെ ഇബാദത്തിൽ മുഴുകുന്ന വ്യക്തി തെറ്റുകുറ്റങ്ങളിൽ മുഴുകുന്ന വ്യക്തിയോട് പറയാറുണ്ട്, അഖ്സിർ അമ്മ അൻത ഫീ, നീ ഇപ്പോഴുള്ള ഈ പ്രവർത്തനം അത് നീ അവസാനിപ്പിക്കണം, ചുരുക്കണം. നീ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വേണ്ടാധീനങ്ങൾ വരുത്തി തീർക്കരുത്, അത് നീ അവസാനിപ്പിക്കണം, നീ ചുരുക്കണം, നിർത്തണം എന്ന് അദ്ദേഹത്തോട് ഇടക്കിടക്ക് പറയും. അങ്ങനെ എപ്പോഴെല്ലാം തന്നെ ആരാധനയിലൊക്കെ വളരെ താല്പര്യം കാണിക്കുന്ന ഈ വ്യക്തി തന്റെ അടുക്കലുള്ള വീഴ്ചകളും തെറ്റുകളും നിർത്താൻ ഉപദേശിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അയാൾ പറയും, ഹല്ലിനി വറബ്ബി, എന്നെയും എന്റെ റബ്ബിനെയും നീ വിട്ടേക്കുക, ഞാനത് ചെയ്യുന്നു, അത് ഞാനും റബ്ബും തമ്മിലുള്ള കാര്യമാണ്, അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ വിട്ടേക്കുക, അത് ഞാൻ ആയിക്കോളാം, റബ്ബുമായിട്ട് ആയിക്കോളാം. قال وحتى وجده يوما على ذنب استعظم, അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അഥവാ ഇബാദത്തിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തി ഇദ്ദേഹത്തെ തന്റെ സുഹൃത്തിനെ കാണുകയാണ് ഒരു തെറ്റ് ചെയ്യുന്നതായിട്ട്.
ആ തെറ്റെന്ന് പറഞ്ഞാൽ ഇസ്തിഅളമഹു, വലിയൊരു തെറ്റായിട്ടാണ് ആരാധനയിൽ മുഴുകുന്ന ആ വ്യക്തിക്ക് തോന്നുന്നത്. അപ്പോൾ പറഞ്ഞു, അഖ്സിർ, മനുഷ്യ നിർത്ത്, എന്താണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാമാണ് നീ കാട്ടിക്കൂട്ടുന്നത്, അത് നീ അവസാനിപ്പിക്ക്. ഫഖാൽ, അപ്പോഴദ്ദേഹം പറഞ്ഞു, ഹല്ലിനി വറബ്ബി, എന്നെയും എന്റെ റബ്ബിനെയും നീ വിട്ടേക്കൂ. അബുഇസ്ത അലയ്യ റഖീബ, എന്റെ കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ കണ്ണിൽ എണ്ണൊഴിച്ചിട്ട് അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, അത് നിരീക്ഷകനായിട്ട് നിന്നെ അള്ള വെച്ചിട്ടുണ്ടോ? അബുഇസ്ത, താങ്കളെ നിയോഗിച്ചിട്ടുണ്ടോ? അലയ്യ റഖീബ, എന്റെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവനായിട്ട്. അതും കൂടി പറഞ്ഞപ്പോൾ ആരാധനയിൽ മുഴുകി നടക്കുന്ന ആ വ്യക്തി ഫഖാല, അയാൾ പറഞ്ഞു, അയാൾക്കങ്ങ് കോപം കൂടി. അയാൾ പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക, അള്ളാഹു തന്നെ സത്യം, അള്ളാഹു നിന്നോട് പൊറുക്കില്ല, കട്ടായം. വലാ യുദ്ഖിലുകൽ ജന്നത അബദൻ, ഒരിക്കലും താങ്കളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയുമില്ല. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംഭവം വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഫബഅസല്ലാഹു ഇലൈഹിമാ മലക്കൻ, അങ്ങനെ അവർ രണ്ടുപേരിലേക്കും അള്ളാഹു മലക്കിനെ നിയോഗിച്ചു, അഥവാ അവരുടെ ആയുസ് അവസാനിക്കുന്ന നേരത്ത്. ഫഖബള അർവാഹഹുമാ, അവർ രണ്ടുപേരുടെയും റൂഹുകൾ പിടിക്കപ്പെട്ടു, മലക്ക് പിടിച്ചു. ഫജ്തമഅ ഇൻദഹു, അങ്ങനെ അവർ രണ്ടുപേരുടെയും അർവാഹുകൾ, ആത്മാക്കൾ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുമിച്ചെത്തി. ഫഖാല ലിൽ മുസ്നിബ്, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്ത് ജീവിക്കുന്നു എന്ന് തോന്നിയ ആ വ്യക്തിയോട് പറയുന്നത്, ഉദ്ഖുലിൽ ജന്നത ബിറഹ്മതി, നീ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക എന്റെ കാരുണ്യം കൊണ്ട്, എന്റെ കാരുണ്യം കൊണ്ട്. വഖാല ലിൽ ആഖർ, എന്നാൽ ഇബാദത്തൊക്കെ ചെയ്ത് മുഴുകി ജീവിക്കുന്നവരെന്ന് തോന്നുന്ന ആ വ്യക്തിയോട് അള്ളാഹു പറഞ്ഞു, അതസ്തതീഅ, നിനക്ക് പറ്റുമോ, നിനക്ക് പാടുണ്ടായിരുന്നോ, നിനക്ക് പറ്റുമായിരുന്നോ, അൻ തഹ്മുറ അലാ അബ്ദി റഹ്മതി, എന്റെ റഹ്മത്ത്, എന്റെ ഒരടിയാന് ഞാൻ കൊടുക്കുന്നത് അത് തടുക്കാൻ നിനക്ക് പറ്റുമായിരുന്നോ? എന്റെ ഏതെങ്കിലും ഒരു അടിയാന് ഞാൻ എന്റെ റഹ്മത്ത് കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കാതെ തടുക്കാൻ നിനക്ക് പറ്റുമോ? പറ്റുമെങ്കിൽ കാണട്ടെ. അവന്റെ ഭാവം ഞാൻ പൊറുക്കില്ല എന്ന് കട്ടായം പറയാൻ നീ ആര്? അവനൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല, അവനെ ഞാൻ പ്രവേശിപ്പിക്കില്ല, എന്റെ റഹ്മത്ത് തടഞ്ഞു വെക്കാൻ നീ ആര്? അതിന് നിനക്ക് പറ്റുമോ? ഖാല ലാ യാ റബ്ബ്, എനിക്കതിന് പറ്റില്ല. അദ്ദേഹം ഉത്തരം പറഞ്ഞു, ഖാല ഇദ്ഹബൂ ബിഹി ഇലന്നാർ, അള്ളാഹു മലക്കുകൾക്ക് ആജ്ഞ നൽകുന്നു, അദ്ദേഹത്തെ കൊണ്ട് നരകത്തിലേക്ക് പോവുക, അദ്ദേഹത്തെ നരകത്തിലേക്ക് ആക്കുക. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള വാക്ക് അത്രയും വലുതാണ്. ഖാല അബൂ ഹുറൈറ, ഈ സംഭവം റിവായത്ത് ചെയ്തതിന് ശേഷം അബൂ ഹുറൈറ പറയുന്നു, ഇനിയുള്ളത് അബൂ ഹുറൈറയുടെ വാക്കാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ്, ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം. ലതകല്ലമ ബികലിമ, അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു പോയി. ഔബഖത് ദുനിയാഹു വആഖിറതഹു, ആ വാക്ക് അത്രമേൽ ഗൗരവതരമായതിനാൽ അദ്ദേഹത്തിന്റെ ദുനിയാവ് നശിപ്പിച്ചു, അദ്ദേഹത്തിന്റെ പരലോകവും അത് നശിപ്പിച്ചു. ആ വാക്കാണ് അയാളെ വഞ്ചിച്ചത്, ആ വാക്കാണ് അയാളെ നാശത്തിലേക്ക് എത്തിക്കാൻ കാരണമായത്. ഇനി ആ ഹദീസിലേക്ക് നമുക്കൊന്നും കൂടെ പോകാം. ഇതാണ് അതിന്റെ പൂർണ്ണരൂപം, ഇതാണ് അതിന്റെ പൂർണ്ണരൂപം. അതിന്റെ അസുര് മാത്രമാണ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തത്. എന്നാൽ അതിന്റെ പൂർണ്ണരൂപം സുനനുകളിൽ റിവായത്ത് ചെയ്തിട്ടുള്ളതാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. അവിടെ ഇബാദത്ത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇങ്ങനെ ഒരു വിനാശകരമായ പരിണിതി വന്നു ചേരാനുള്ള കാരണമെന്ന് മഹാന്മാരായിട്ടുള്ള ഉലമാക്കൾ, ഇമാമുകൾ അത് ചർച്ച ചെയ്യുന്നിടത്ത് അവർ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം ഉബൂദിയ്യ എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പാകെ അവന്റെ സൃഷ്ടി, അവന്റെ അടിയാൻ അള്ളാഹുവിനോട് കാണിക്കേണ്ട ആ ആരാധനാ മനോഭാവം, ആ വിധേയത്വം, ആ സമർപ്പണ മനോഭാവം, ആ ഉബൂദിയ്യത്തിന്റെ ആത്മാവ് ചോർന്നു പോകാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അയാൾ കുറെയൊക്കെ ഇബാദത്ത് ചെയ്തു,
ചെയ്തപ്പോ അയാൾക്കങ്ങ് തോന്നിപ്പോയി, ഞാൻ ഒരുപാട് ഇബാദത്തൊക്കെ ചെയ്യുന്നവനാണ്, ഞാൻ തിരക്കടില്ല, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഇനി അല്ലാഹു ഇല്ല. അദ്ദേഹം കുറച്ച് ഇബാദത്ത് ചെയ്തു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വന്നു. ഉബൂദിയ്യത്ത് നശിച്ചുപോയി. അള്ളാന്റെ മുന്നിൽ അയാൾ കാണിക്കേണ്ടതായ ആ വിധേയത്വം, ആ വിനയം, ആ താഴ്മ, ആ അടിമത്വം, ആ ആരാധനോ മനോഭാവം, അത് അദ്ദേഹത്തിന് അല്പം അഹങ്കാരം വന്നുപോയി. അഹങ്കാരത്തോട് കൂടിയിട്ട ഉബൂദിയ്യത്ത് അത് തകർന്നു പോയി. അതാണ് സംഭവിച്ചത്. ആ ഉബൂദിയ്യത്ത് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയമല്ല, അത് സ്വാഭാവികമായും അയാളുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അത് അയാളുടെ വാക്കിലും പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ആ ഉബൂദിയ്യത്തിന്റെ അള്ളാഹുവിനോടൊരടിയാൻ പുലർത്തേണ്ട ആ അടിമത്വ മനോഭാവം, ആരാധനാ മനോഭാവം, ആ വിധേയത്വം, ആ താഴ്മ, അതങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എവിടേക്ക് എത്തിയിട്ടുണ്ട്? അള്ളാഹുവിന്റെ ആൾക്ക് കൊടുക്കും, അള്ളാഹുവിന്റെ ആൾക്ക് കൊടുക്കില്ല എന്ന് പറയുന്നിടത്തേക്ക് വരെ അദ്ദേഹം എത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കുന്നത്, അള്ളാഹു ഒരാളെ രക്ഷിക്കുകയാണെങ്കിൽ രക്ഷിക്കുന്നത്, അതിനുള്ള കാരണം അയാളുടെ വാക്കിലും പ്രവർത്തനത്തിലും ഇൽഹാർ ചെയ്ത് പ്രകടിപ്പിച്ചിട്ടാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്. അതിനാണോ ജീവിതം തന്നെ നൽകിയത്? അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും, നിങ്ങൾ എങ്ങനെയായിരിക്കും, ഈ ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യരും എങ്ങനെയായിരിക്കും എന്നത് അള്ളാഹ്ക്ക് മുൻകൂട്ടി നന്നായിട്ടറിയാം. അവന്റെ അറിവിനെ മുൻനിർത്തിയിട്ട് അവൻ ആരെയും സൃഷ്ടിക്കാനോ ആരെയും രക്ഷിക്കാനോ പോകുന്നില്ല. അള്ളാഹ് നമ്മളെ സൃഷ്ടിക്കുകയാണെങ്കിൽ, നമുക്ക് രക്ഷ നൽകുകയാണെങ്കിൽ, അത് നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ മനോഭാവങ്ങളിൽ അള്ളാഹ് ഇൽഹാർ ചെയ്ത് തെളിയിച്ച് പ്രകടിപ്പിച്ചിട്ടാണ് അള്ളാഹ് സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കുണ്ടായ ഈ തെറ്റായ മനോഭാവം അയാളുടെ വാക്കിൽ അള്ളാഹു ഇൽഹാർ ചെയ്യിച്ചു, അയാളുടെ വാക്കിലൂടെ അത് പ്രകടിപ്പിച്ചു. ആ വാക്കിലൂടെ അയാൾ പ്രകടിപ്പിച്ചപ്പോ ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാനിൻ, അല്ലാഹു അയാളോട് പൊറുക്കില്ല, അള്ളാഹോട് പൊറുക്കണം പൊറുക്കണ്ട എന്ന് മൂപ്പര് തീരുമാനിക്കുന്നിടത്തേക്ക് അയാളുടെ വാക്കെത്തി. ആ വാക്ക്, അങ്ങനെ ഒരു വാക്ക് അയാളിൽ നിന്ന് അബദ്ധത്തിൽ ചാടിപ്പോണൊന്നും അല്ല, അത് മനസ്സിലുള്ളതാ പുറത്തേക്ക് വരുന്നത്. മനസ്സിൽ അദ്ദേഹത്തെ അങ്ങനെ വരാനുള്ള കാരണം ഉബൂദിയ്യത്തിൽ തകരാറ് സംഭവിച്ചു. ഉബൂദിയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് അവന്റെ അടിമക്കുണ്ടായിരിക്കേണ്ട ശരിയായ മനോഭാവം. ഞാൻ അവന്റെ വിനീതനായ ദാസനാണ്, അങ്ങേയറ്റത്തോളം താഴ്മ കാണിക്കേണ്ടതാണ്, സർവദാ അർപ്പണം നടത്തേണ്ടവനാണ്, അവന് അടിമപ്പെടേണ്ടവനാണ്, അവന് ആരാധനാ മനോഭാവത്തോടു കൂടി അവനെ ആരാധിക്കേണ്ടവനാണ്. ആ ഉബൂദിയ്യത്തിന്റെ മഖാം, ആ സ്ഥാനം വിട്ടിട്ട് ഞാൻ അള്ളാന്റെ മേൽ കുറച്ചൊക്കെ പറയാൻ പറ്റിയ ആളാണ് എന്നുള്ളിടത്തേക്ക് വന്നു. ഉബൂദിയ്യത്ത് തകർന്നപ്പോ, ആ മനോഭാവത്തിൽ മാറ്റമുണ്ടായപ്പോ അത് വാക്കിൽ വന്നു, അങ്ങനെ ഇൽഹാർ ചെയ്യിച്ചു. അങ്ങനെ അയാളിൽ നിന്ന് തന്നെ പ്രകടമായ ആ വാക്കുകൊണ്ട് അള്ളാഹു അയാളെ പിടികൂടി, അയാളുടെ പ്രവർത്തനങ്ങൾ പാഴാക്കി കളഞ്ഞു. എന്നാൽ മറ്റേ ആളോട് അള്ളാഹ് പൊറുത്തതിന്റെ പേരില. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളോട് പൊറുക്കുന്നത് രണ്ട് രൂപത്തിലുണ്ടാവും. ഒരാൾക്ക് ദറജ കൂട്ടുന്നത് രണ്ട് രൂപത്തിലുണ്ടാവും. ഒന്നുകിൽ അയാൾ ചെയ്യുന്ന ത്യാഗത്തിന്റെ പേരിൽ, ഒരുപാട് നമസ്കരിച്ചു, ഒരുപാട് നോമ്പെടുത്തു, ഒരുപാട് സക്കാത്ത് കൊടുത്തു, അതുപോലെ ഹജ്ജ് ചെയ്തു, പാപങ്ങളെ സഹായിച്ചു, കഷ്ടപ്പെടുന്നവരെ സഹായിച്ചു, ഒരുപാട് നന്മകൾ, അള്ളാഹുവിനോട് ചെയ്യേണ്ട ഹുഖൂഖുകൾ ചെയ്തു, പടപ്പുകളോട് ചെയ്യേണ്ട കടമകൾ, ഹുഖൂഖുകൾ നിറവേറ്റി, അങ്ങനെ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ നേടിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അതിലൂടെ ദറജ വർദ്ധിപ്പിക്കുകയും തന്റെ പാപങ്ങൾ അതിനുള്ള കഫാറത്താക്കി, അതിനുള്ള പ്രായശ്ചിത്തമാക്കി ഈ പുണ്യകർമ്മങ്ങളെ ആക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു തരക്കാരായ ആളുകളുണ്ട്. അവർ മാത്രമല്ല, രണ്ടാമത്തെ ഒരു വിഭാഗം വേറെ ഉണ്ട്. അവര് അമല് ചിലപ്പോ കുറവായിരിക്കും, അവര് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ ചിലപ്പോൾ കുറവായിരിക്കും, മറിച്ച് അവർക്ക് വേറെ നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം സഹിക്കേണ്ടി വരും.
ആ ബുദ്ധിമുട്ടുകൾ, ദുനിയാവിൽ അയാൾ സഹിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അത് മുൻനിർത്തി അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജകൾ ഉയർത്തിക്കൊടുക്കുകയും ചെയ്യും. ഇപ്പോ ഒരു വ്യക്തി ചിലപ്പോ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ കാണും, 2 കൈയും 2 കാലും ഇല്ല. ഒരു ഹാർഡ് ബോർഡ് പോലത്തെ ഒരു പ്ലാസ്റ്റിക് ഒരു കടലാസിന്റെ ചട്ട വിരിച്ചിട്ട് അതിലിങ്ങനെ കിടക്കുന്ന ഒരു മാംസമുണ്ട്, ഇങ്ങനെ ഇളകളുണ്ട്, ചിലപ്പോ ചില ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അയാളെ കാണുമ്പോ ഇങ്ങനെ അള്ള എന്തിനാണ് ഇങ്ങനത്തെ ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ചത്? അള്ളാഹ്ക്ക് അതിന് ഹിക്മത്തുണ്ട്. അല്ലെങ്കിൽ അതിനേക്കാൾ വലുതോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതോ ആയിട്ടുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിൽ സഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഇവിടെ സഹിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ആ സഹിക്കുന്ന ത്യാഗത്തിന്റെ പേരിൽ അവരുടെ പാപങ്ങൾ അള്ള പുറത്തു കൊടുക്കും, അവരുടെ ദർജകൾ അള്ള ഉയർത്തിക്കൊടുക്കും. ഒരു രോഗം വന്നാൽ ആ രോഗത്തെ തന്നെ നമ്മൾ പഴിക്കാൻ പാടില്ല. പനി പിടിക്കുന്ന സന്ദർഭത്തിൽ പനിയെ നിങ്ങൾ പഴിച്ചു പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കാരണം ആ പനിയിലൂടെ നിങ്ങളുടെ ഒരുപാട് പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരും. അങ്ങനെ പൊറുക്കാൻ ഒരുപാട് പാപങ്ങൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പാപങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അല്ലാഹു നിങ്ങളുടെ ദറജ ആ സന്ദർഭത്തിൽ, ആ ബുദ്ധിമുട്ട്, ആ പീഡ, ആ വേദന അത് നിങ്ങൾ സഹിക്കുമ്പോൾ അത് മുഖേന നിങ്ങളുടെ ദറജ അല്ലാഹു നിങ്ങൾക്ക് ഉയർത്തിത്തരുകയും ചെയ്യും. ഇവിടെ ഇദ്ദേഹത്തിന്റെ പാപം പുറത്തു കൊടുക്കാനുണ്ടായ കാരണം എന്താണ്? തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാൾ, തന്റെ ഏറ്റവും അടുത്ത ഒരാളാണ്. അകന്ന ഒരാൾ നമ്മളോടൊരു വാക്ക് പറഞ്ഞാൽ, വേണ്ടാത്തൊരു വാക്ക് പറഞ്ഞാൽ, വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ വല്ലാതെ ഒന്നും വേദനിക്കൂല. പക്ഷെ സ്വന്തക്കാരായ ആൾക്കാർ, നമ്മൾ നെഞ്ചേറ്റി നടക്കുന്ന നമ്മുടെ അടുത്ത ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ, അടുത്ത സഹോദരന്മാർ, നമ്മൾ ചിലപ്പോൾ വാക്ക് പറഞ്ഞ അവരുടെ ഒരു വാക്ക് നമുക്ക് താങ്ങാൻ പറ്റാത്ത വിധം അത് നമ്മുടെ ഫീലിംഗ്സിനെ ഹർട്ട് ചെയ്യും, യാതൊരു സംശയമല്ല. അദ്ദേഹമാണ് തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന, താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തന്റെ ആ കൂട്ടാളിയാണ് പറയുന്നത്, എന്താ അള്ളാഹിനോട് പൊറുക്കൂലടാ, സത്യം അള്ളാഹ് സത്യം, അള്ളാഹിനോട് പൊറുക്കൂല, ഒരിക്കലും അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് കയറൂലടാ. ആ വാക്ക് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ സഹോദരൻ തന്നെ നടത്തിയിട്ടുള്ള അധിക്ഷേപം, തന്റെ മേൽ നടത്തിയിട്ടുള്ള, തന്നെ ഫൽസിച്ചിട്ടുള്ള ആ ഉഗ്രമായ ഫൽസനം, അത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അത് അദ്ദേഹം ഏറ്റവും അധികം വെറുക്കുന്ന, ഏറ്റവും അധികം വിഷമിക്കുന്ന കാര്യമാണ്. ആ വിഷമത്തിന്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തോട് പുറത്തു കൊടുക്കുകയും ചെയ്തു. അള്ളാഹിന്റെ റഹ്മത്ത് പറഞ്ഞ നമ്മളൊക്കെ വിഭാവനം ചെയ്യുന്നതിനേക്കാളും എത്രയോ വിശാലാണ്. നമ്മൾ സഹിക്കുന്ന ഏതൊരു ബുദ്ധിമുട്ടിന്റെയും പേരിൽ നമുക്ക് വരവ് വരുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കുകയും അത് കൊതിക്കുകയും അള്ളാഹിനോട് ചോദിക്കുകയും ചെയ്യുന്നൊരു മനസ്സ് വേണം, എങ്കിൽ അത് നമുക്ക് വരവാണ്. കാലിലൊരു മുള്ളു കുത്തിയാൽ ആ മുള്ളുകുത്തിയ വേദന, അത് പഴുത്താൽ ആ പഴുത്ത വേദന, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഒരു ഫ്ലെയർ അതുകൊണ്ട് അമർത്തിയപ്പോ വെള്ളമ്മയായി പോയി, അത് രക്തം കട്ട പിടിച്ചു, അല്ലെങ്കിൽ നഖം പോയി, ആ വേദന, അതിലൊക്കെ നമ്മൾക്ക് പ്രതീക്ഷ വേണം. ഞാൻ ഈ സഹിക്കുന്ന വേദന അത് നാളെ പരലോകത്തേക്ക് എന്റെ ക്രെഡിറ്റിൽ വരണം, കുറച്ചെന്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, കുറച്ചെന്റെ ദർജകൾ ഉയരാൻ. അതാണൊരു മുഅ്മിൻ. അതൊരു മുഅ്മിന് മാത്രം ആഗ്രഹിക്കാവുന്ന, ഒരു മുഅ്മിന് മാത്രം അവന്റെ കണക്കിൽ ക്രെഡിറ്റ് ചേർക്കപ്പെടുന്ന ഒരു കാര്യമാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ. ഒരു മുഅ്മിനല്ലാതെ ഇങ്ങനെ ഒരു മഹാഭാഗ്യം വേറെ ഒരാൾക്കും അല്ലാഹു വെച്ചിട്ടില്ല. ഇന്ന സാബത്തുഹു സറാഉ ശക്കർ ഫകാന ഖൈറൻ ലഹു. സന്തോഷകരമായ ഒരു കാര്യം അവന് വന്നു ചേരുകയാണെങ്കിൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നു, ഓരേ ഖൈറായി, അവന്റെ വരവിൽ അത് ചേർക്കപ്പെട്ടു. മറിച്ച് അവനെ ബാധിച്ചത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അവൻ ക്ഷമിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അൽഹംദുലില്ലാഹ്, അള്ളാന്റെ വിധിയാണ്, ഞാനിത് പോസിറ്റീവായിട്ട്, ഇത് നാളെ പരലോകത്ത് വരുമ്പോ എന്റെ കണക്കില് അത് കാണണം. ഇതിന്റെ പേരിൽ ഒരു 4 പാപം ചാടിക്കിട്ടണം. ഇതിന്റെ പേരിൽ ഒരു 4 സ്റ്റെപ്പ് ദർജ ഉയർന്നു കയറിപ്പോകാൻ
അള്ളാന്റെ അടുക്കിലേക്ക് കയറിപ്പോകാൻ, അള്ളാഹുവിലേക്ക് സാമീപ്യം നേടാൻ എനിക്ക് പറ്റണം. ആ ഒരു നിയ്യത്തുള്ള ഒരു മുഅ്മിൻ. ഇദ്ദേഹം പറയുന്ന വാക്ക് നോക്കി നിങ്ങൾ ആക്ഷേപിക്കും പറയും, ഹല്ലിനീ വറബ്ബി, ഹല്ലിനീ വറബ്ബി, എന്നെയും എന്റെ റബ്ബിനെയും നീ വിട്ടേക്ക്. ഞാനങ്ങനെ ചെയ്തു പോയി. പക്ഷെ എന്റെ റബ്ബ് വലിയവനാണ്, അവന്റെ റഹ്മത്ത് ഔസഅാണ്. ശിർക്കല്ലാത്ത ഏത് പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കാൻ, പാപങ്ങളല്ല പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി 10 വജ്ഹുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 വാതിലുകളാണ് തുറന്നു വെച്ചത് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിമും തുടർന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഒക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ്. എത്ര വഴികളാണ്, എത്ര വഴികൾ, എത്ര വാതിലുകൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തന്നിട്ടുണ്ട്. അതിലൊരു ബാബും ഇദ്ദേഹത്തിന് വേണ്ടി തുറക്കപ്പെട്ടു. തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന, താൻ ഏറ്റവും സ്നേഹിക്കുന്ന തന്റെ സഹോദരൻ നടത്തിയ തഅനീം, അദ്ദേഹത്തിന്റെ ഭത്സനം, അദ്ദേഹത്തിന്റെ അധിക്ഷേപം, അത് അക്രഹായ, തനിക്ക് ഏറ്റവും താങ്ങാൻ കഴിയാത്ത വിഷമമായി. ആ വിഷമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തു. മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം ഉബൂദിയ്യത്തിൽ തന്നെ, അതിന്റെ കാതലായ ഉബൂദിയ്യത്തിന്റെ കാതലിൽ തന്നെ തകരാറ് വന്നു. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഇൽഹാർ ചെയ്യിച്ചു. അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം പാഴാക്കി അദ്ദേഹത്തോട് നരകത്തിലേക്ക് പോകാനും വേണ്ടി പറഞ്ഞു. ഇതാണ് കാര്യം. ഹദീസിന്റെ ലഫ്ള് ഞാൻ ഒന്നും കൂടി പറയാം. പൂർണ്ണ രൂപത്തിൽ സംഭവം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഹദീസ് വായിച്ചിട്ട് അല്ലാഹ് അനീതി ചെയ്യാണ് എന്നങ്ങോട്ട് പറയാൻ തുടങ്ങും കുറെ ആൾക്കാർ. നമ്മളെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തില് നാവിന് യാതൊരു ലൈസൻസും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് നമ്മളെ കൂട്ടത്തിൽ തന്നെയാണ്. അവരാരെക്കുറിച്ചാ പറയുന്നത് പോലും അവർക്കൊരു സംഗതി മനസ്സിലാക്കാൻ പറ്റാതെ പോയാൽ, അല്ലെങ്കിൽ അതിന്റെ എല്ലാ വശവും അയാൾ അന്വേഷിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹിനെക്കുറിച്ച് പോലും അവർ വിധി പറഞ്ഞു പോകും. അങ്ങനെ അള്ളാഹിനെക്കുറിച്ച് തെറ്റായ വിധി പറയാൻ ഇടവരുന്ന ഒരു ഹദീസാണിത്. പല ആളുകളും അങ്ങനെ സംസാരിക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ആ സംഭവത്തിന്റെ പൂർണ്ണരൂപം സുനനുകളിൽ വന്നത് തന്നെ ഉദ്ധരിക്കുകയും ഇത്രയും നീട്ടി നിങ്ങളോടത് വിശദീകരിക്കുകയും ചെയ്തത്. ആ ഹദീസ് ഒന്നുകൂടി ജുന്ദുബ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായ. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല റജുലുൻ, ഒരു മനുഷ്യൻ പറഞ്ഞു. ആ മനുഷ്യൻ ബനൂ ഇസ്രായേലിൽപ്പെട്ടവനാണ് എന്നത് അതിന്റെ ദീർഘമായ വേർഷനിൽ, സുനനുകളിൽ റിവായത്ത് ചെയ്തിട്ടുള്ള വേർഷനിൽ അത് പറയപ്പെട്ടു. അയാൾ വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാനിൻ, അള്ളാഹു ഇന്ന വ്യക്തിയോട് ഒരിക്കലും പൊറുക്കില്ല എന്ന് അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞു. ആ പറഞ്ഞ ആള് ആബിദുൻ മുജ്തഹിദായിരുന്നു. പറയപ്പെട്ട ആള് കഅന്നഹു മുദ്നിബ്, അയാൾ മുദ്നിബുമായിരുന്നു. അത് പറയാണ്ടായ സാഹചര്യം എപ്പോഴും ഉപദേശിക്കാറുണ്ട്. അപ്പോഴൊക്കെ പറയൂ ഹല്ലിനി വറബ്ബി. അവസാനം വേറൊരിക്കലും പറഞ്ഞു ഹല്ലിനി വറബ്ബി അബുഇസ്ത അലയ്യ റഖീബ. അപ്പോഴാണ് പറഞ്ഞത്, അള്ളാഹു നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല, അള്ളാഹു നിന്നോട് ഒരിക്കലും പൊറുക്കില്ല. അള്ള തന്നെ സത്യം, അള്ളാന്റെ അധികാരത്തിൽ. അങ്ങനെ അയാൾ ഒരു തെറ്റായ വാക്ക് യാദൃച്ഛികമായി ആകസ്മികമായി സംഭവിച്ചു പോണതല്ല, ഉള്ളതെ പുറത്തേക്ക് ചാടുള്ളൂ. അള്ള ഇൽഹാർ ചെയ്യിച്ചതാണ്. കാരണം അയാളുടെ ഉബൂദിയ്യത്തിന് തകരാറ് പറ്റിപ്പോയി. അള്ളാന്റെ മുന്നിൽ അയാൾ നിൽക്കേണ്ട മഖാം, അയാളുടെ സ്ഥാനം ഉബൂദിയ്യ, ഉബൂദിയ്യ ഖാലിസ ലില്ലാഹി തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള പൂർണ്ണമായ ഉബൂദിയ്യത്താണ്. ആ ഉബൂദിയ്യത്തിൽ നിന്ന് അയാള് വെല്ല പുറത്തേക്ക് പോയി. ഞാൻ തർക്കടില്ല, ഞാനൊരുപാട് ഇബാദത്ത് ചെയ്യുന്നവനാണ്, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞാൽ എനിക്കങ്ങനെ പറയാൻ പറ്റും, ഞാൻ അല്ലാഹുവിന്റെ സ്വന്തക്കാരൻ, അബ്നാഉല്ലാഹി വഹിബ്ബാഉഹു, പണ്ടൊരു കൂട്ടർ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം അയാൾ പൊന്തിപ്പോയി. അപ്പൊ അത് നാവിലൂടെ അള്ള പുറത്തു ചാടിച്ചു, ഇൽഹാർ ചെയ്യിച്ചു. ആ ഇൽഹാർ ചെയ്തതിനെ മുൻനിർത്തി അള്ളാഹു അദ്ദേഹത്തെ പിടിച്ചു. എന്നിട്ട് ഫഖാല അല്ലാഹു അസ്സ വജൽ, അള്ളാഹു പറഞ്ഞു പറഞ്ഞാൽ അവരുടെ മരണശേഷം അവരുടെ ആത്മാക്കൾ അള്ളാഹിന്റെ മുന്നിൽ വരുന്ന സമയത്ത് അള്ളാഹു അവരുടെ വിഷയത്തിൽ തീർപ്പ് പറയുകയാണ്. ഇന്ന വ്യക്തിക്ക് ഞാൻ പുറത്തു കൊടുക്കുകയില്ല എന്ന് എന്റെ മേൽ കട്ടായം പറയാൻ, എന്റെ മഗ്ഫിറത്ത്, എന്റെ റഹ്മത്ത് ഇന്നടിവക്ക് ഞാൻ കൊടുക്കില്ല എന്ന് എന്റെ മേൽ വിധിക്കാൻ, എന്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ അവൻ ആരാണ്? അതിനുള്ള അധികാരം എന്താണ്? അതിനാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തത് അയാൾ സഹിച്ചിട്ടുള്ള ആ തഅനീഫ് മിൻ അക്റഹിൽ ഉമൂർ, അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുപ്പും ഏറ്റവും വിഷമവുമുള്ള താങ്ങാനാവാത്ത ആ തഅനീഫ്, തന്റെ ഇഷ്ടപ്പെട്ട സഹോദരൻ തന്നെ നടത്തിയിട്ടുള്ള ആ പരിസരം, അത് കഫാറത്താക്കിയിട്ട് അദ്ദേഹത്തിന്റെ പാപങ്ങൾ അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുത്തു. അതേ സന്ദർഭത്തിൽ വഹബത്തു അമലക്, ഇദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ പാഴാക്കി, അത് ഞാൻ പരിഗണിക്കില്ല. കാരണം ഉബൂദിയ്യത്തിന്റെ മഖാമിലല്ല നീ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അള്ളാഹു ഒരു മനുഷ്യനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യരുടെ ജീവിതം കൊണ്ട്, ഈ ഭൂലോകത്തുള്ള മനുഷ്യന്റെ ജീവിതം കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത് أن تكون العبودية لله خالصة وأن تكون التدين لله صافيا. അള്ളാഹ്ക്കുള്ള ഉബൂദിയ്യത്ത് ഖാലിസത്തായിരിക്കണം. അള്ളാഹ്ക്ക് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും ഹവകളിൽ നിന്നും സാഫിയൻ, അത് തീർത്തും ശുദ്ധവുമായിരിക്കണം. ആ ഉബൂദിയ്യത്തിൽ തന്നെ അയാൾക്ക് തകരാറ് സംഭവിച്ചതുകൊണ്ട് നിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ പാഴാക്കിയിട്ടുണ്ട്. കാരണം ഉബൂദിയ്യത്തിൽ തകരാറ് പറ്റുകയെന്ന് പറഞ്ഞാൽ തൗഹീദിൽ തകരാറ് പറ്റി. അതുകൊണ്ട് തന്നെയാണ് അത് കിതാബ് തൗഹീദിൽ അധ്യായമായത്. വഫി ഹദീസി അബീ ഹുറൈറ, അബൂ ഹുറൈറയുടെ ഹദീസിലുണ്ട്. ഈ സംഭവം അബൂ ഹുറൈറയിൽ നിന്നാണ് റിവായത്ത് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, അബൂ ഹുറൈറയിൽ നിന്നാണ് ഇത് സുനനിൽ റിവായത്ത് ചെയ്തിട്ടുള്ളത്. അബൂ ഹുറൈറ അത് പറഞ്ഞു കൊടുക്കുന്നത് ഇക്രിമത്തു ബിൻ ഹമ്മാർ അൽ-യമാമി. അദ്ദേഹം പള്ളിയിൽ വന്നപ്പോ അങ്ങനെ വിളിച്ചു, വാ 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 യമാമി ഇവിടെ വാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. എന്നിട്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, ഇത് നമ്മൾ വളരെ കാഷ്വലായിട്ട് ഭാര്യമാരോടും കുട്ടികളോടും ഒക്കെ പറഞ്ഞൊരു വാക്കാണല്ലോ. അവിടെ അങ്ങനെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷ നിനക്ക് വരുന്ന നീ സൂക്ഷിക്കണം കേട്ടോ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് നിനക്ക് കിട്ടുന്നത് മുടങ്ങണേ നീ സൂക്ഷിക്കണം കേട്ടോ. ഇതാണ് ഒരു മുഅ്മിനിന്റെ ശരിയായ ഭാഷ. അർറജാഉ വൽ ഖൗഫ്, എന്തെങ്കിലും ഒരു നന്മയുടെ വശം ഉണ്ടെങ്കിൽ ആ നന്മയുടെ വശം മുൻനിർത്തിയിട്ട് അത് അല്ലാഹ് സ്വീകരിച്ചേക്കാം, അല്ലാഹ് സ്വീകരിക്കട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു, സ്വീകരിക്കട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. ആ റജാ ആണ് മനുഷ്യന് ഒരു മുഅ്മിൻ ഉണ്ടാകാവുന്നത്. അതുപോലെ തന്നെ തിന്മയുടെ വശം ഒരാളിലുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അള്ളാന്റെ അധികാരാവകാശങ്ങളിലേക്ക് കടന്നു കയറി അവന്റെ മേൽ കട്ടായം പറഞ്ഞ് അവന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി അവന്റെ അനുഗ്രഹങ്ങളും അവന്റെ മൗഫിറത്തും ഇന്നവന് കൊടുക്കില്ല എന്ന് വിധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്താൻ പാടില്ലാത്തതാണ്. അപ്പോ അബൂ ഹുറൈറയുടെ ആ ഹദീസിൽ, ഞാൻ നേരത്തെ വിശദമായി വായിക്കുന്ന ഹദീസിലുണ്ട്, അന്നൽ ഖാഇൽ, ഇവിടെ ഈ വാക്ക് പറഞ്ഞ ആള് റജുലുൻ ആബിദ്, ധാരാളം ആരാധനകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്ന്. അബൂ ഹുറൈറ ഈ സംഭവം പൂർണ്ണ രൂപത്തിൽ റിവായത്ത് ചെയ്തതിന് ശേഷം സ്വഹാബിവര്യനായ അബൂ ഹുറൈറ പറയുന്നു, തകല്ലമ ബികലിമ, അദ്ദേഹം ഒരു വാക്ക് ഉച്ചരിച്ചു പോയി. ഔബഖ എന്ന് പറഞ്ഞ മഅനാഹു അഹ്ലക, നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് നശിപ്പിച്ചു കളയുന്ന, തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ അവരെ നശിപ്പിച്ചു കളയുന്ന വൻപാപങ്ങൾ, വിനാശകരമായ വൻപാപങ്ങൾ, അതൊക്കെ മൂബിഖാത്ത് എന്നുള്ളത് ഈ വാക്കിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം ഒരു വാക്ക് സംസാരിച്ചു, ആ വാക്ക് ഔബഖത്ത്, നശിപ്പിച്ചു കളഞ്ഞു. ദുനിയാഹു വആഖിറത, അദ്ദേഹത്തിന്റെ ദീനും ദുനിയാവും നശിപ്പിച്ചു കളഞ്ഞു. ഫീഹി മസാഇൽ, ഇതിന് കുറച്ച് മസലകൾ. ഒന്ന്, التحذير من التألي على الله. التألي على الله എന്നത് നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിന്റെ മേൽ അള്ളാഹ്ക്ക് ഒരു കാര്യം നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹ് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹ് അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ അള്ളാന്റെ മേൽ കട്ടായം പറയാ, അള്ളാന്റെ മേൽ ഒരാൾ കട്ടായം പറയാ എന്നുള്ളത് പാടില്ലാത്തതാണ്, വിലക്കപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് നമുക്ക് തഹ്ദീർ, നമുക്ക് താക്കീത് നൽകുകയാണ്. ആ ഹദീസിലുള്ള ആദ്യത്തെ കാര്യം അതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇവരെ രണ്ടുപേരെയും അള്ളാന്റെ മുമ്പാകെ ഹാജരാക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, മനില്ലദീ യതഅല്ല അലയ്യ അല്ലാ അഗ്ഫിറ ലിഫുലാൻ, ആരാണ് എന്റെ മേൽ കട്ടായം പറയാനുള്ളത്, ആർക്കാണ് അതിന് പറ്റുക അധികാരമുള്ളത്? അതുകൊണ്ട് തന്നെ
അള്ളാഹിനെ കൊണ്ട് നമുക്കൊരു കാര്യത്തിന് സത്യം ചെയ്യാം, പക്ഷെ അള്ളാഹിന്റെ മേലൊരു കാര്യം നമ്മൾ സത്യം ചെയ്ത് പറയാൻ പാടില്ല. അള്ളാഹ് അങ്ങനെ ചെയ്യുള്ളൂ, അള്ളാഹ് അങ്ങനെ ചെയ്യാവൂ എന്ന് അള്ളാഹിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന, അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറുന്ന വിധത്തിൽ അവന്റെ മേൽ കട്ടായം പറയാൻ പാടില്ലെന്ന് താക്കീത് നൽകുന്നത് ഈ ഹദീസിലുണ്ട്. അത് ആ ഹദീസിന്റെ അസ്ലിലുണ്ട്. ഇപ്പൊ ഹദീസ് പൂർണ്ണ രൂപത്തിൽ സുനനുകളിലും, എന്നാൽ അതിന്റെ അസ്ല് ഇമാം മുസ്ലിമിന്റെ സഹീഹിലുമുണ്ട്. ഇമാം മുസ്ലിമിന്റെ സഹീഹിലുള്ള ആ അസ്ലിയായ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനില്ലദീയത്ത് അല്ല അലൈ, അത് തഹദീറാണുള്ളത്. അത്താനിയത്ത് രണ്ടാമത്തേത്, കൗനുന്നാരി അഖറബ ഇലാ അഹദിനാ മിൻ ശിറാകി നഅലിഹി, അതൊരു ഹദീസിൽ തന്നെ വന്നിട്ടുള്ളതാണ്. നേരത്തെ ഒരു അധ്യായത്തിൽ ഇത് വിശദമായി കഴിഞ്ഞു പോയതാണ്. സ്വർഗവും നരകവും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് വളരെ അടുത്ത് നിൽക്കുന്നു. എത്രത്തോളം അടുത്ത് നിൽക്കുന്നു? അയാളുടെ ചെരുപ്പിന്റെ വാറ്, ചെരുപ്പ് ധരിക്കുമ്പോ രണ്ട് വിരലുകൾക്കിടയിൽ നമ്മളിങ്ങനെ പിടിക്കുന്ന ആ വാറിങ്ങനെ പോരുന്ന ആ വാറുണ്ടല്ലോ, ആ വാറ് എത്രത്തോളം ഒരാളോട് അടുത്ത് നിൽക്കുന്നുവോ അതുപോലെ അതിനേക്കാൾ അടുത്ത് നിൽക്കുന്നതാണ് സ്വർഗവും നരകം. ഒന്ന് ഇങ്ങോട്ട് തെറ്റിയാൽ നരകത്തിലേക്ക്, ഒന്ന് ഇങ്ങോട്ട് തെറ്റിയാൽ സ്വർഗത്തിലേക്ക്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തന്നെ വേണം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ് അള്ളാഹ് നിങ്ങൾ സൂക്ഷിക്കണം, സൂക്ഷിക്കണം, സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അള്ളാഹിന്റെ മഖാമിലേക്ക്, അള്ളാഹിന്റെ ഉലൂഹിയ്യത്തിനെയോ റുബൂബിയ്യത്തിനെയോ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ വളരെ സൂക്ഷിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാൻ പാടില്ല. അള്ളാഹിനോടുള്ള ഹുഖൂഖുകൾ യാതൊരു വീഴ്ചയും വരുത്താതെ പാലിക്കണം. അസ്സാലിസത്ത് മൂന്നാമത്തേത്, അന്നൽ ജന്നത മിസ്ല ദാലിക്, അതുപോലെ തന്നെയാണ് സ്വർഗവും, വളരെ അടുത്താണ്. ചിലപ്പോ ഇവിടെ തെറ്റുകൾ ചെയ്യുന്നു എന്ന് തോന്നിയ മനുഷ്യൻ, അയാൾക്ക് യാതൊരു തരത്തിലുള്ള ഉജ്ജുബ്, അഹങ്കാരമില്ല. താൻ തെറ്റ് ചെയ്യുന്നവനാണ്, പക്ഷെ എന്റെ റബ്ബ് അവൻ എനിക്ക് റഹ്മത്ത് ചെയ്തേക്കാമെന്ന പ്രതീക്ഷയുണ്ട്, എന്നാൽ റബ്ബിനെ പേടിക്കുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ പറയുന്നു, ഞാനൊരു തെറ്റ് ചെയ്തതിൽ നീ എന്നെ അധിക്ഷേപിക്കുമ്പോ എന്നെ വിട്ടേക്ക്, എന്റെ റബ്ബിനെയും എന്റെയും വിട്ടേക്ക്. അള്ളാന്റെ തീരുമാനം അനുസരിച്ച് അവൻ പുറത്തു തരാണെങ്കിൽ തരട്ടെ. അയാൾ ആ പ്രതീക്ഷയിലും അയാൾ ആ ഭയപ്പാടിലുമാണ്. എന്നാൽ മറ്റേ ആളാണെങ്കിലോ അള്ളാന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് കട്ടായം പറയുന്നതിലേക്ക്, അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് അതിർത്തി ലംഘിച്ചപ്പുറത്തേക്ക് പോകുകയാണ് ചെയ്തിട്ടുള്ളത്. അർറാബിയത്തു നാലാമത്തെ മസ്അല, ഫീഹി ഷാഹിദുൻ ലിഖൗലിഹി, ഈ സംഭവം മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു വചനത്തിന് സാക്ഷിയാണ്. അതിന്റെ ഉപോത്പലകമായ തെളിവാണ് ഈ സംഭവം. ഏതാണ് മറ്റൊരു ഹദീസ്? ഇന്ന الرجل ليتكلم بالكلمة لا يلقي لها بالا تهوي به في جهنم 70 خريفا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ ലയതകല്ലമു ബിൽ കലിമ, അയാൾ ഒരു വാക്ക് പറയും, ലാ യുൽഖി ലഹാ ബാലൻ, അയാൾ അത് തീരെ പരിഗണിക്കുന്നില്ല, ഗൗനിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അയാൾ തീരെ ഗൗനിക്കാതെ പരിഗണിക്കാതെ അദ്ദേഹം വേണ്ടാത്തൊരു വാക്ക് പറയും. ആ ഒരു വാക്ക് നരകത്തിലേക്ക്, നരകത്തിന്റെ ആഴങ്ങളിലേക്ക് 70 വർഷം അയാളെ ആഴ്ത്തിക്കളയും ആ വാക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. അത് അതിനുള്ള ഒരു ഉപോത്പലകമായ തെളിവാണിത്. ഇവിടെ ഈ മനുഷ്യൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ, ആ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ ദുനിയാവും അദ്ദേഹത്തിന്റെ ആഖിറവും നശിപ്പിച്ചു എന്നതിന് ഈ സംഭവം തെളിവാണ്. അൽ ഖാമിസത്തു, അഞ്ചാമത്തെ മസ്അല, അന്ന റജുൽ, ഒരു മനുഷ്യൻ, ഖദ് യുഗ്ഫറു ലഹു, അദ്ദേഹത്തിന് ചിലപ്പോൾ പുറത്തു കൊടുത്തു എന്ന് വന്നേക്കാം. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തേക്കാം. ബിസബബിൻ, ഒരു കാരണം കൊണ്ട്. പല കാരണങ്ങളുണ്ട് പാപങ്ങൾ പുറത്തു കൊടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് 10 വജ്ഹുകളാണ് അദ്ദേഹം അത് എണ്ണിയിട്ടുള്ളത് പാപങ്ങൾ പുറത്തു കൊടുക്കാൻ. അതില് 3 അയാളുടെ ഭാഗത്തു നിന്നുണ്ട്, 3 മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്, 4 അള്ളാഹുവിന്റെ മഹമായ ഫദ്ലിലൂടെ കിട്ടാനുള്ളത്. ഇങ്ങനെയും വേർതിരിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും അതിൽപ്പെട്ടൊരു കാരണമാണ് ഹുവ മിൻ അക്റഹിൽ ഉമൂരി ഇലൈഹി, ഒരാൾക്ക് ഏറ്റവും വെറുപ്പുള്ള, ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം അയാൾക്ക് സംഭവിച്ചാൽ
തനിക്ക് താങ്ങാനാവാത്ത ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന വിഷമമുണ്ടായാൽ ആ വിഷമം അള്ളാഹു ഉൾക്കൊള്ളുന്നു. അതിന്റെ പേരിൽ അയാളുടെ പാപങ്ങൾ അയാൾക്ക് പുറത്തു കൊടുക്കുന്നു. ഇവിടെ ഇദ്ദേഹത്തിന് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കാൻ കാരണമാക്കി അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത് തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആ വ്യക്തി തന്നെ ഇനിയും അധിക്ഷേപിക്കുന്നു, ഫലിക്കുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? അള്ളാഹു തന്നെ സത്യം, അവൻ നിന്നോട് പൊറുക്കില്ല. അള്ളാഹു തന്നെ സത്യം, അവന്റെ സ്വർഗത്തിൽ നീ പ്രവേശിക്കില്ല. അതുമല്ലാതെ മനസ്സ് തട്ടുന്ന ഒരു വാക്കാണ് ആ തഅദീബ്. അത് മിൻ അക്റഹിൽ ഉമൂരി ഇലൈഹി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുണ്ടാക്കുന്ന, ഏറ്റവും വെറുപ്പുളവാക്കുന്ന കാര്യമാണ്. ആ വിഷമം മുൻനിർത്തിയിട്ട് അള്ളാഹു അദ്ദേഹത്തോട് പുറത്തു കൊടുത്തു. അങ്ങനെ ചിലപ്പോൾ ചില ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അതിനും ഇത് തെളിവുണ്ട്. ഈ അധ്യായം കഴിഞ്ഞു. ഇനി അടുത്തൊരു അധ്യായം കൂടി, അത് ചെറുതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ കിതാബ് തൗഹീദിൽ 2 അധ്യായം കൂടിയുള്ളൂ. അതോടുകൂടി ഈ കിതാബ് തന്നെ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി നമ്മൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. 64-ാമത്തെ അധ്യായം. ബാബുൻ ലാ യുസ്തശ്ഫഉ ബില്ലാഹി അലാ ഖൽഖിഹി. ബാബുൻ ലാ യുസ്തശ്ഫഉ ബില്ലാഹി അലാ ഖൽഖിഹി. عن جبير بن مطعم رضي الله عنه قال جاء أعرابي إلى النبي فقال يا رسول الله نهكت الأنفس وجاع العيال وهلكت الأموال فاستسق لنا ربك فإنا نستشفع بالله عليك وبك على الله. فقال النبي صلى الله عليه وسلم سبحان الله سبحان الله. فما زال يسبح حتى عرف ذلك في وجوه أصحابه. ثم قال ويحك أتدري ما الله إن شأن الله أعظم من ذلك إنه لا يستشفع بالله على أحد من خلقه. وذكر الحديث رواه أبو داود. فيه مسائل. الأولى إنكاره على من قال إنا نستشفع بالله عليك. الثانية تغيره تغيرا عرف بوجوه أصحابه من هذه الكلمة. الثالثة أنه لم ينكر عليه قوله نستشفع بك على الله. الرابعة التنبيه على تفسير سبحان الله. الخامسة أن المسلمين يسألونه الاستسقاء. എന്താ സംഭവം? ബാബുൻ ഹലബാബ്. ഇത് സ്വതന്ത്രമായ മറ്റൊരു അധ്യായമാണ്. ലാ യുസ്തശ്ഫഉ ബില്ലാഹി. ലാ യുസ്തശ്ഫഉ ബില്ലാഹി. അല്ലാഹുവിനെ ശിപാർശക്കാരനാക്കാൻ പാടില്ല. അലാ ഖൽഖിഹി. അവന്റെ സൃഷ്ടികളിൽ ഒരാളുടെയും അരികിലേക്ക്. അള്ളാന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ അടുക്കൽ നിന്ന് ഒരു കാര്യം കിട്ടാൻ അള്ളാഹുവിനെ ശിപാർശക്കാരനാക്കുക എന്നത് പാടില്ല. അള്ളാഹുവിനെ ഞാൻ ശിപാർശക്കാരനാക്കുന്നു അങ്ങയുടെ അടുക്കലേക്ക് എന്ന് പറയാൻ പാടില്ല. ഇസ്തശ്ഫഅ എന്ന് പറഞ്ഞാൽ ഷഫീഅ്, ശിപാർശക്കാരൻ ആക്കുക. ആരെയാണ് ശുപാർശക്കാരനാക്കുന്നത്? അള്ളാനെ. ആരുടെ അടുക്കൽ? അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ അടുക്കൽ. കാര്യങ്ങൾ നേരെ തല കുത്തര വെച്ചിരിക്കുകയാണ്. ശുപാർശ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കുണ്ടായത് തന്നെ ശഫഅ എന്നതിൽ നിന്നാണ്. അതിൽ നിന്നാണ് ശാഫിഉ, ശഫീഉ, മശ്ഫൂഉ, മശ്ഫൂഉ ലഹു ഈ വാക്കുകളൊക്കെ ഉണ്ടാകുന്നത്. എന്താണ് ശഫാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടിപ്പിച്ചു എന്നാണ്. ഒരു കാര്യത്തെ ഇരട്ടിപ്പിക്കുന്നതിനാണ് പറയാ. ഓഡ് ഈവൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന് പകരം അറബിയിൽ പറയും വിത്ർ ഷഫ്ഇ എന്നാണ് പറയാ. വൽ ഫജ്ർ വലയാലിൽ അശ്ർ വശഫ്ഇ വൽ വത്ർ. ഷഫ്ഇ ഇരട്ട, വിത്ർ ഒറ്റ. അപ്പൊ ശഫാ എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം നേടണം. അപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞാൽ അയാൾ എന്റെ വാക്ക് മുഴുവൻ കണക്കെടുക്കുമെന്ന് അറിയില്ല. അപ്പൊ മറ്റൊരാളെയും കൂടെ ഞാനെന്ത് അയാൾക്ക് കൂടുതൽ സ്വീകാര്യനായ, അയാൾ തള്ളാത്ത മറ്റൊരാളെ കൊണ്ടുവന്നു അയാളെ കൊണ്ട് കൂടെ പറയിപ്പിച്ചു. അപ്പൊ എന്റെ
എന്റെ അപേക്ഷയിലേക്ക്, എന്റെ ചോദ്യത്തിലേക്ക്, എന്റെ ആവശ്യത്തിലേക്ക് അതൊറ്റയായ ചോദ്യമാണ്. അതിനെ ഇരട്ടയാക്കാൻ, അതിനെ ബലപ്പെടുത്താൻ, ഇരട്ടയാക്കാൻ മറ്റൊരാളെയും കൂടി ഞാൻ കൂട്ടി. ഇതിനാണ് ശഫാഅത്ത് അല്ലെങ്കിൽ ശിഫാർശ എന്ന് നമ്മൾ പറയുന്നത്. വലിയ ആളുകളുടെ അടുക്കലേക്ക് ശിഫാർശ പറയാൻ വേണ്ടി അതിൽ താഴെയുള്ള ആളുകളെ കൊണ്ടുപോകും. എന്നാൽ താഴെയുള്ള ആളുകളിലേക്ക് ശിഫാർശ പറയാൻ വേണ്ടിയിട്ട് വലിയ ആളെന്നിട്ട് കൊണ്ടുവരിക എന്നുള്ളത് അങ്ങനെ ഒരു പരിപാടിയില്ല. അത് സൃഷ്ടികളുടെ ഇടയിൽ തന്നെ നടക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ സൃഷ്ടികളുടെ ഇടയിൽ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ തന്നെ ആ വലിയ ആളെ നമ്മൾ അവഹേളിച്ചു, അപമാനിച്ചു, ഇന്നേന് കിട്ടൂല, ഓന്റെ അടുക്കൽ വന്നാണ് ശിഫാർശ പറയാൻ ഞാനോ? വലിയ ആളുകൾ ഒരിക്കലും കൂട്ടാക്കൂല. ഇപ്പൊ ഉദാഹരണമായി ഇവിടുത്തെ ഒരു പ്രാദേശിക നേതാവ്, സൃഷ്ടികളുടെ ഇടയിലുള്ള കാര്യമാണ് പറയുന്നത്. ഒരു പ്രാദേശിക നേതാവിന്റെ അടുത്തുനിന്ന്, ലോക്കലായിട്ട് കോഴിക്കോട് സിറ്റിയിലുള്ള ഒരു പ്രാദേശിക നേതാവിന്റെ അടുക്കൽ നിന്ന് ഒരു കാര്യം നേടിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുഖ്യമന്ത്രിന്റെ അടുക്കലോ അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെ അടുക്കലോ പോയിട്ട് നിങ്ങൾ അയാളോടൊന്ന് ശുപാർശ പറയണം. ഇല്ല, ആള് വന്ന് ശുപാർശ പറയില്ല. കാരണം അയാൾ ഇയാളെക്കാൾ ഭീതയാണ്. അയാൾ പറയല്ല, ആൾ വേണമെങ്കിൽ കൽപ്പിച്ചോളും, അല്ലെങ്കിൽ ആളൊരു ഓർഡർ ഇട്ടോളും, അത് വേണമെങ്കിൽ കൊടുത്തോളും, അത് വേറെ കാര്യമാണ്. ശുപാർശ പറയാന്ന് പറഞ്ഞാൽ അപേക്ഷിക്കലാണ്. അങ്ങനെ മുകളിലുള്ള ഒരാൾ താഴോട് അപേക്ഷിക്കുന്ന ഒരു പ്രശ്നമില്ല. സൃഷ്ടികളുടെ അടുക്കൽ തന്നെ നടക്കൂല. ഇനി സൃഷ്ടികളുടെ കാര്യം വിട്ടേക്കും. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൃഷ്ടികളും അവനോട് പ്രാർത്ഥിക്കുക, അവനോട് ദുആ ചെയ്യുക, അവനോട് കെഞ്ചിയാന്നല്ലാതെ അല്ലാഹു വേറെ ഒരാളോടും ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരു പ്രശ്നം തന്നെയല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ അടുക്കൽ നിന്നൊരു കാര്യം നേടിക്കിട്ടുന്നിടത്ത് അല്ലാഹുവിനെ ഞാൻ ശുപാർശക്കാരനാക്കുന്നു എന്നൊരാൾ പദം പ്രയോഗിച്ചാൽ ആ വാക്ക് തീർത്തും തെറ്റാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരാൾ പറയുന്നതെങ്കിൽ അത് കുഫറിലേക്ക്, ശിർക്കിലേക്ക് എത്തുന്ന വാക്കാണ്. അതറിയാതെ ഒരു അബദ്ധമാണ് എങ്കിൽ ഉടനെ അതിൽ നിന്ന് തൗബ ചെയ്തിട്ട്, ആ വാക്ക് കടുത്ത വാക്കാണ്, അതിൽ നിന്ന് അയാൾ തൗബ ചെയ്ത് മടങ്ങേണ്ടതാണ്. അതിനാൽ അധ്യായമായി കൊണ്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി, ലാ യുസ്തശ്ഫഉ, ശിപാർശക്കാരനാകാൻ പറഞ്ഞുകൂടാ, ശിപാർശക്കാരനാകാൻ ആവശ്യപ്പെട്ടുകൂടാ, ശിപാർശക്കാരനാക്കി വെക്കാൻ പാടില്ല. ആരെ? ബില്ലാഹി, അല്ലാഹുവിനെ. ആരുടെ അടുക്കൽ? അലാ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളുടെ അടുക്കലും. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാം, ആ ഹദീസ് ഇവിടെ റിവായത്ത് ചെയ്തത്, അബൂദാവൂദ് റിവായത്ത് ചെയ്തത് പൂർണ്ണ രൂപത്തിലല്ലെങ്കിലും ഭാഗികമായി ഈ അധ്യായത്തിൽ നമ്മൾ എന്താണോ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് അത്രയും ഭാഗമാണ് മുസന്നിഫ് എടുത്തു ചേർത്തത്. പിന്നെയും കുറച്ചുകൂടി വാക്കുകളുണ്ട്. അത് ഹദീസ് ഇങ്ങനെയാണ്. എന്താണ് പറയുന്നത്? ഒരു അഅറാബി കയറി വന്നു. ഏതാണ് അഅറാബി? അഅറാബിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് പോരുകയാണ്. ആ യുദ്ധം കഴിഞ്ഞ് പോരുന്ന സന്ദർഭത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു അഅറാബി വന്നു. അഅറാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. റസൂലുള്ളാഹിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നുഹിക്കത്തിൽ അൻഫുസ്. നുഹിക്ക എന്ന് പറഞ്ഞാൽ നശിച്ചു പോയിരിക്കുന്നു. മൻഹൂക്ക്, പച്ച തകർന്നു പോകുക, പച്ച ഡിവാസ്റ്റേറ്റ് ചെയ്യപ്പെടുക. അതിനാണ് നുഹിക്ക. അത് മധൂലായിട്ടാണ് പ്രയോഗിക്കുന്നത്. മനുഷ്യരുടെ ആത്മാക്കൾ, അംഫുസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യര്, മനുഷ്യാത്മാക്കൾ, മനുഷ്യരൊക്കെ പച്ച തകർന്ന് നശിച്ചിരിക്കുന്നു നബിയെ. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ ആശ്രിതർ. ഇയാൾ എന്ന് പറഞ്ഞാൽ ആശ്രിതരാണ് ഉദ്ദേശിക്കുന്നത്. മക്കളും കുട്ടികളും മക്കളും ഒക്കെയാണ്. അവരൊക്കെ പൊരിഞ്ഞ പട്ടിണിയിലാണ്. ജൂഴ് എന്ന് പറഞ്ഞാൽ വിശപ്പാണ്, ജാഴ് എന്ന് പറഞ്ഞാൽ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ആശ്രിതരായ കുട്ടികളും അതുപോലെ തന്നെ കുടുംബങ്ങളും ഒക്കെ തന്നെ പച്ച പട്ടിണിയിലാണ്. വഹലക്കത്തിൽ അംവാൽ, ഞങ്ങളുടെ സമ്പത്ത് മുഴുവനും നശിച്ചുപോയി. കാലികളാണെങ്കിൽ ചത്തുടങ്ങി, കൃഷിയാണെങ്കിൽ കരിഞ്ഞുപോയി. എന്താ കാര്യം? വെള്ളം കിട്ടാതായി കഴിഞ്ഞാൽ ആകാശത്തിൽ നിന്ന് മഴ ഇറങ്ങേണ്ടത് മഴ ഇറങ്ങാതിരുന്നാൽ ഇതാണ് കാര്യം. വെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഗതിയാണ്. നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലാണെങ്കിൽ 71% വെള്ളമാണെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ശരീരമാണെങ്കിൽ 80% വെള്ളമാണെന്നാണ് പറയുന്നത്.
ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം ഉടലെടുത്ത് തന്നെ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, ജീവനുള്ള മുഴുവൻ വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വെള്ളത്തെ ആശ്രയിച്ചിട്ടാണ്, വെള്ളത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ജീവൻ, ബയോമാസ്, ജൈവപിണ്ഡത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് വെള്ളം ഒരു വെള്ളമേ ഉള്ളൂ, മുകളിൽ നിന്നിറങ്ങുന്ന വെള്ളം. ആ വെള്ളം താഴെ ഇറങ്ങിയാൽ ഒന്നുകിൽ ഭൂമിയിലേക്ക് താഴേക്കങ്ങ് പോകും, അണ്ടർഗ്രൗണ്ട് വാട്ടർ, അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ കെട്ടിനിൽക്കും. അത് തടാകങ്ങളായിട്ട്, സമുദ്രമായിട്ട്, അതുപോലെ തന്നെ കുളമായിട്ട്, അതുപോലെ തന്നെ മറ്റുള്ള റിസർവോയറുകളായിട്ട് വെള്ളം ഇങ്ങനെ കെട്ടിനിൽക്കും. ഈ വെള്ളം നമ്മൾ വിചാരിക്കും ഇവിടെ അല്ല, അത് മുകളിൽ നിന്ന് വന്നതാണ്. ആ ഒറ്റ വെള്ളം തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊക്കെ കിട്ടുന്ന ഈ ഇറിഗേഷനൊക്കെ നടക്കുന്നത് ഒരേ ഒരു വെള്ളം കൊണ്ടാണ്. ആ വെള്ളം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമാണ്. ആ വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ആ വെള്ളം കാർമേഘത്തിൽ നിന്ന് നാമാണ് ഇറക്കി തന്നത്. അതോ നിങ്ങൾക്ക് അങ്ങനെ ഇറക്കാൻ പറ്റൂ? നിങ്ങൾക്കത് ഇറക്കാൻ സാധിക്കൂല. ഇറക്കുന്ന അത്ഭുതം നോക്കി നിങ്ങൾ. 80 സ്പീഡില് ബൈക്കില് മഴ ഇങ്ങനെ ചെയ്യുന്നൊരു മഴയത്ത് നിങ്ങൾ കണ്ണും തുറന്നിട്ട് ഓടിപ്പോയാലും ആ വെള്ളം കണ്ണിൽ തട്ടിയാലും നമ്മൾ ഒരു മണിക്കൂർ ഓടിച്ചു വന്നിട്ട് കയറിയിട്ട് കണ്ണൊന്ന് തുടച്ചാൽ കണ്ണ് ഫ്രഷാണ് എന്നല്ലാതെ കണ്ണിന് യാതൊരു അപകടം പറ്റിയിട്ടില്ല. അത്രയും ചെറിയ കണങ്ങളായിട്ടാണ് അത് ഒന്നിച്ചാണ് കുത്തിച്ചെരിയുന്നതെങ്കിൽ ആ മഴ വർഷിക്കുന്നിടത്ത് എവിടെയും ഒരു ജീവി ഉണ്ടാവില്ല, ഒന്നായിട്ട് ചത്തിട്ടുണ്ടാകും. അപ്പൊ എത്ര മനോഹരമായി, എത്ര സൗകര്യപ്രദമായി അത് നമ്മുടെ ജീവന് വേണ്ട, ജീവന്റെ സന്ധാരണത്തിന്, നിലനിൽപ്പിന് വേണ്ട ഈ വെള്ളം അള്ളാഹ് ഇറക്കിത്തന്നു. ആ വെള്ളം ഒന്നങ്ങോട്ട് ഒന്നും പിടിച്ചു വെച്ചു. ആ പിടിച്ചു വെച്ചതുകൊണ്ടാണ് അഹ്റാബി വന്നിട്ട് സങ്കടം പറയണത്. എന്താ പറയണത്? മനുഷ്യാത്മാക്കൾ, മനുഷ്യ മക്കളൊക്കെ നശിച്ചു തീർന്നു നബിയെ. ഞങ്ങളുടെ പെണ്ണുങ്ങളും കുട്ടികളും ആശ്രിതരും ഒക്കെ പട്ടിണിയിലാണ്, വെറുതിയില്ലാത്ത പട്ടിണിയിലാണ് നബിയെ. വഹലക്കത്തില്ലമ്പാൽ, ഞങ്ങളുടെ സ്വത്ത് മുഴുവനും നശിച്ചു, കാലികൾ ചത്തൊടുങ്ങി, ഞങ്ങളുടെ കൃഷികൾ കരിഞ്ഞു തീർന്നു. അതിനാൽ വെള്ളം തരാൻ വേണ്ടിയിട്ട് താങ്കൾ ആവശ്യപ്പെടണം. ആരോടാണ് വെള്ളം തരാൻ ആവശ്യപ്പെടേണ്ടത്? റബ്ബക്, നിന്റെ റബ്ബായ അല്ലാഹുവിനോട്. ആർക്കാണ് വെള്ളം വേണ്ടത്? ലനാ, ഞങ്ങൾക്ക് വെള്ളം തരാൻ വേണ്ടി നീ നിന്റെ റബ്ബായ അല്ലാഹുവിനോട് ചോദിക്കണം. ഫഇന്നാ നസ്തശ്ഫിഉ ബില്ലാഹി അലൈക്. അവിടെ ആറാബിക്കൊരു തെറ്റുപറ്റി. നബിയാണ്. അതുകൊണ്ട് അറാബി ഒന്നുങ്ങാണ്ട് പറഞ്ഞാൽ നബി കേൾക്കുവോ? കേട്ടോളന്നില്ല. അപ്പൊ എന്തായി? അറാബി ഒരു വാക്കും കൂടി കനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു, ഫഇന്നാ നസ്തശ്ഫിഉ ബില്ലാഹ്, അല്ലാഹുവിനെ ഞങ്ങൾ ശുപാർശക്കാരനാക്കുന്നു, അലൈക, താങ്കളുടെ അടുക്കലേക്ക്. അള്ളാഹ് ഞങ്ങൾ ശുപാർശക്കാരനാക്കുന്നു നബിയെ നിങ്ങളുടെ അടുക്കലേക്ക്. അള്ളയും കൂടി ഉണ്ട് ശുപാർശക്കാരനായിട്ട്. ഞാൻ ചോദിക്കുക മാത്രല്ല, ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യം, ഈ അപേക്ഷ, അത് ചെയ്യാൻ അമ്മയും കൂടി ഉണ്ട് അപേക്ഷിക്കാൻ. അള്ളാഹനെ കൂടെ ഞങ്ങൾ ശുപാർശക്കാരനാക്കിയിരിക്കുന്നു. വാക്ക് പരിധി വിട്ടുപോയി. അറാബിയാണ്, ആലോചിച്ച് പറഞ്ഞതല്ല. പക്ഷെ ഒന്ന് കനം വെക്കാൻ വേണ്ടി അയാൾ സ്വതസിദ്ധമായ അയാളുടെ ധാരണയിൽ അയാളതെന്ന് പറഞ്ഞു. വബിക അലല്ലാഹ്, അതുപോലെ തന്നെ താങ്കൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി വെള്ളം ചോദിക്കുമ്പോൾ ആ വെള്ളം തരേണ്ടത് അല്ലാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്നു ഞങ്ങൾക്ക് വെള്ളം കിട്ടണമെന്ന്. അതിൽ ഞങ്ങൾക്ക് വെള്ളം തരണമെന്നതിന് താങ്കളെ ഞങ്ങൾ ശുപാർശക്കാരനാക്കുന്നു. അലല്ലാഹ്, അള്ളാന്റെ അടുക്കൽ. അള്ളാഹുവെ ഞങ്ങൾക്ക് വെള്ളം തരണമെന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യം കൊണ്ട് അള്ളാഹ് തന്നോളുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു ശുപാർശ പറയാൻ വേണ്ടി താങ്കളെ ഞങ്ങൾ കൂട്ടുന്നു, അള്ളാന്റെ അടുക്കൽ ശുപാർശക്കാരനാക്കുന്നു. രണ്ടാമത് പറഞ്ഞത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. അത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ശുപാർശ അള്ളാഹിന്റെ അടുക്കലേക്ക് ചോദിക്കുക എന്നുള്ളത് ഏറ്റവും മശ്റൂആയ, ശർആക്കപ്പെട്ട അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ആദ്യം പറഞ്ഞ വാക്ക് അത് നേരെ കുഴാമറിച്ചു വെച്ചിരിക്കുകയാണ്. അതൊരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ഫഖാല നബി, ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ റസൂലുള്ളാഹിന്റെ ഭാവം മാറി. അവിടുന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഉന്നതനാണ്. സബ്ബഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകറ്റി നിർത്തി എന്നാണ് എന്റെ വാക്കിന്റെ അർത്ഥം. ഉസബ്ബിഹു, ഞാൻ അകറ്റി നിർത്തുന്നു എന്നാണ്.
അത് നന്നായിട്ട് അകറ്റി നിർത്തുന്നു എന്ന് പറയാൻ വേണ്ടി അതിന്റെ മഫ്ഊല് മുത്ലഖാണ് എടുത്തത്. സുബ്ഹാന, ഉസബ്ബിഹു സുബ്ഹാന, ഉസബ്ബിഹു സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബായ അല്ലാഹുവിനെ ഞാൻ അകറ്റി നിർത്തുന്നു. എന്തിൽ നിന്നാണ് അകറ്റി നിർത്തുന്നത്? ഈ ജാതി പൊട്ടന്മാര് അല്ലെങ്കിൽ അക്രമധാരികൾ അവരല്ലാഹുവിനെ കുറിച്ച് പറയുന്ന തെറ്റായ ആരോപണങ്ങൾ, തെറ്റായ പരികൽപ്പനകൾ, മൂഢമായ സങ്കല്പങ്ങൾ, കടുത്ത ആരോപണങ്ങൾ, അവരല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഈ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അവനെ ഞാൻ അകറ്റി ഉയർത്തി അവനെ ഞാൻ വാഴ്ത്തുന്നു. അതാണ് സുബ്ഹാനല്ലാഹ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അതാണ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് അവന്റെ സൃഷ്ടികൾ ചെയ്യുന്നതും പറയുന്നതുമായ വേണ്ടാധീനങ്ങളിൽ നിന്ന് അവനെ അകറ്റി നിർത്തുക, അവനെ ഉയർത്തി നിർത്തുക, അവന്റെ വിശുദ്ധി വാഴ്ത്തുക എന്നാണ് അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ ശുപാർശക്കാരനാക്കി. ആരുടെ അടുക്കല്? മുഹമ്മദ് നബിന്റെ അടുക്കല്. മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടിയാൻ, അള്ളാന്റെ അടിയാന്റെ അടുക്കലേക്ക് അള്ളാഹിനെ ശുപാർശക്കാരനാക്കാന്നോ? എന്താണ് ഈ വാക്ക്? എന്റെ റബ്ബ് അതിൽ നിന്ന് എത്ര ഉയരത്തിലാണ്, എത്ര ഉന്നതനാണ്. അവന്റെ വിശുദ്ധിയെ, അവന്റെ ഔന്നിത്യത്തെ ഞാനിത് ഉയർത്തിപ്പിടിക്കുന്നു. ഈ തെറ്റായ ആരോപണത്തിൽ നിന്ന് ഞാൻ എന്റെ റബ്ബിനെ ഉയർത്തുന്നു, വാഴ്ത്തുന്നു. അതുമായിട്ട് റബ്ബിന് ഒരു ബന്ധവുമില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇത് സുബ്ഹാനല്ലാഹ്, ഈ തസ്ബീഹ് അത് ഫമാസാല യുസബ്ബിഹ്. നബി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് മാസാല യുസബ്ബിഹ്, ആ തസ്ബീഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിർത്തുന്നില്ല. ഹത്താ ഉരിഫ ദാലിക്, അങ്ങനെ ആ മഖാമിന്റെ ഗൗരവം, ആ സന്ദർഭത്തിന്റെ ആ ഗുരുതരാവസ്ഥ അത് ശരിക്ക് പ്രകടമായി, അറിയപ്പെട്ടു, പ്രകടമായി, വ്യക്തമായി വന്നു. ഫീ വുജൂഹി അസ്ഹാബി, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ മുഖത്ത് എന്തോ വലിയ കടുത്ത ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് കണ്ടാൽ റസൂലുള്ളാഹിനെ അറിയുന്ന, റസൂലുള്ളാഹിന്റെ ഉച്ഛ്വാസ നിശ്വാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ സ്വഹാബത്ത്, അവർക്ക് ആ ഗൗരവം അവരുടെ മുഖത്ത് കണ്ടു. അവരാകെ കൂടെ വല്ലാത്ത ഒരു വിഷമത്തിൽ, വല്ലാത്തൊരു അങ്കലാപ്പിലായി തീർന്നു. ഖാൽ, അങ്ങനെ കുറെ തവണ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് തസ്ബീഹ് ചെയ്തതിന് ശേഷം പറഞ്ഞു, വൈഹക്, അറാബിയോട് പറഞ്ഞു, നിനക്ക് നാശം. ആ വാക്ക് പറയാറുള്ളത് ഒരാൾ ഏറ്റവും കടുത്ത തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ വാക്ക് അയാളുടെ മുഖത്ത് നോക്കി പറയാം. ഖുർആനിൽ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് എപ്പോഴാണ്? ഒരു മകന്റെ കഥ പറയുന്നുണ്ട്. ആ മകൻ ഉമ്മാനോടും വാപ്പാനോടും പറയാണ്, അങ്ങനെ മരിച്ചു പോയാൽ പിന്നെ രണ്ടാമതൊന്ന് പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്നുള്ളതൊന്നും ഉണ്ടാകൂലമ്മ. അല്ലാതെ റബ്ബ് അള്ളാഹ് പറഞ്ഞിട്ട് നമ്മളെ അവിടെ അള്ള ഇരിക്കുന്നില്ല, നമ്മളെ പിടികൂടുന്നില്ല, ശിക്ഷിക്കുന്നില്ല, രക്ഷിക്കുന്നില്ല, മരണാനന്തരം ജീവിതമല്ല. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ഒരു മകന്റെ കഥ സൂറത്തുൽ അഹ്ഖാഫിൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അള്ളല്ലാതും പരലോകല്ലാതും നിഷേധിക്കുന്നവനോട് വൈഹക് ആമിൻ ഇന്ന വഅദല്ലാഹിയ, അങ്ങനത്തെ കടുത്ത തെറ്റുകൾ പറയുമ്പോഴാണ് പറയാ വൈഹക്, നിന്റെ നാമടക്കട, നിർത്ത്, നിനക്ക് നാശം. അതതിരി, നിനക്കറിയുമോ അള്ളാഹിനെ കുറിച്ചാണ് നീ പറഞ്ഞത്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹിന്റെ മഖാം എന്താണ്? അവന്റെ റുബൂബിയ്യത്തിന്റെയും ഉലൂഹിയ്യത്തിന്റെയും മഖാം എന്താണ്? അവന്റെ അളമത്ത് എന്താണ് എന്ന് നിനക്കറിയുമോ? അള്ളാഹ് എന്ന് നീ പറഞ്ഞല്ലോ. അള്ളാഹിനെ ഞാൻ നബിയെ നിങ്ങളുടെ അടുക്കിലേക്ക് ശുപാർശക്കാരനാക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാന്ന് നിനക്കറിയോ? ഇന്ന ശഅനല്ലാഹി അഅ്ളമു മിൻ ദാലിക്, നിശ്ചയമായും അള്ളാഹുവിന്റെ ശഅൻ, അള്ളാഹിന്റെ കാര്യങ്ങൾ, അഅ്ളമു മിൻ ദാലിക്, അവന്റെ സൃഷ്ടികളുടെ അടുക്കൽ ശുപാർശക്കാരനാകുന്നതിന് മാത്രം ചെറുതല്ല, അതിനേക്കാളൊക്കെ എത്രയോ വലിയവനാണ് അല്ലാഹു. അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ, അങ്ങനെ ഒരു സങ്കല്പം മനസ്സിൽ വരാൻ പാടില്ലാത്തതായിരുന്നു. അതിനേക്കാളൊക്കെ എത്രയോ വലിയവനാണ്, എത്രയോ ഉന്നതനാണ്, എത്രയോ മഹത്വമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്നഹു ലാ യുസ്തശ്ഫഉ ബില്ലാഹ്, അറിയണം, ലാ യുസ്തശ്ഫഉ ബില്ലാഹ്, അല്ലാഹുവിനെ ശുപാർശക്കാരനാക്കാവതല്ല, അല്ലാഹുവിനെ ശുപാർശക്കാരനായി പറയാവതല്ല. അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ അരികിൽ അള്ളാഹിനെ ശുപാർശക്കാരനാക്കി വെക്കാവതല്ല. അള്ളാഹ് എത്രയോ ഉന്നതനാണ്. വദക്കറൽ ഹദീസ്, പിന്നെ ഹദീസിന്റെ ബാക്കി ഭാഗം കൂടി പറഞ്ഞു. ഹദീസിന്റെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇന്ന അർശഹു അലാ സമാവാതിഹി ലഹകദ. അല്ലാഹ് അവന്റെ ഉലുവിനെ കുറിച്ച് പറഞ്ഞു. അവൻ എത്ര ഉന്നതനാണ്. അവന്റെ ഔന്നത്യം എന്ന് പറഞ്ഞാൽ ഉലുവുല്ലാഹി ദാതൻ വഉലുവുല്ലാഹി സിഫതൻ. ദാത്ത് കൊണ്ട് അല്ലാഹു ഉന്നതനാണ്. അവന്റെ സൃഷ്ടികളിൽ ഒന്നുമേ അവൻ ഇടകലർന്നു നിൽക്കുന്നവനല്ല. മുഴുവൻ സൃഷ്ടികൾക്കും അതീതനായി, ഏഴാകാശങ്ങൾക്കും മീതെ, ആ ഏഴാകാശങ്ങളുടെയും മീതെ ഏറ്റവും വലിയ സൃഷ്ടിയായ, ഏറ്റവും അങ്ങേയറ്റത്തെ സൃഷ്ടിയായ അർശ്, ആ അർശിന്റെയും ഉപരിയിലാണ് അല്ലാഹു. ഇസ്തവ അലാ അർശിഹി. അല്ലാഹുവിന്റെ അർശിന്റെ ഉപരിയിലാണ്. അത് ദാത്ത് കൊണ്ടുള്ള അവന്റെ ഉലൂഹ്. എന്നാൽ അവന്റെ സിഫാത്തുകളിൽ, അവന്റെ ഗുണങ്ങളിൽ, അവന്റെ ഗുണഗണങ്ങളിൽ, അവന്റെ ഗുണവിശേഷങ്ങളിൽ അവൻ ഉന്നതനാന്ന് പറഞ്ഞാൽ ഏതൊരു അള്ളാന്റെ റുബൂബിയത്തോ ഉലൂഹിയത്തോ ആയി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഗുണഗണമുണ്ടോ, ആ ഗുണഗണം അവന് മാത്രമുള്ളതാണ്. അങ്ങനത്തെ ഒരു വിശേഷണം വേറെ ആർക്കും ഉണ്ടാവില്ല. അത് സമ്പൂർണമാണ്, അതിമനോഹരമാണ്. അങ്ങനെയുള്ള ഒരു ഗുണവിശേഷം നമുക്ക് വേറൊരാൾക്കും നിരൂപിക്കാൻ സാധ്യമല്ല. വലില്ലാഹിൽ മസലുൽ അഅ്ലാ. അല്ലാഹുവിനാണ് അൽ മസലുൽ അഅ്ലാ, ഏറ്റവും ഉന്നതമായിട്ടുള്ള സിഫാത്തുകളുടെ ഗുണഗണങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള, അതിന്റെ സമ്പൂർണമായിട്ടുള്ള മസൽ അല്ലാഹുവിനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാത്ത് കൊണ്ടും സിഫത്ത് കൊണ്ടും ഏറ്റവും ഉന്നതനാണ്. അവന്റെ ഏഴാകാശങ്ങളുടെയും മീതെയാണ് അവന്റെ അർശ് തന്നെ. അർശിന്റെയും ഉപരിയിലാണ് അല്ലാഹ്. അവന്റെ അർശ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അവന്റെ അർശ് ഏഴാകാശങ്ങളുടെ മേതെയാണ്. എന്നിട്ട് ലഹാകദ, അർശിനെ കുറിച്ച്, അല്ലാഹുവിന്റെ സൃഷ്ടിയായ അർശിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കാണിച്ചു കൊടുത്തു. അത് ഇങ്ങനെയാണ്: വഖാല ബി ഇസ്ബഇഹി മിസ്ലൽ ഖുബ്ബത്തി അലൈഹി. ഏഴാകാശങ്ങളുടെയും മീതെ ഒരു കുബ്ബ പോലെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിരലുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിനെ കുറിച്ച് അവർക്ക് വിവരിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ലയഇത്. ആ അർശ് അത് കരയുകയാണ്, ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാരം കൂടുന്ന സന്ദർഭത്തിൽ ഒരു കട്ടിലിന്റെ മുകളിൽ അതിന് താങ്ങാവുന്നതിലധികം ഭാരം വെച്ചാൽ കട്ടില് കരകര എന്ന് ശബ്ദമുണ്ടാക്കുന്നത് പോലെ ആ അർശ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു യാത്രക്കാരന് കയറി നിൽക്കാൻ വേണ്ടി ഒട്ടകപ്പുറത്ത് വെച്ചിരിക്കുന്ന ഒട്ടകക്കട്ടിലിൽ കയറിയിരിക്കുമ്പോ അതിന് ശബ്ദം ഉണ്ടാക്കൂലേ എന്നതുപോലെ ശബ്ദം ഉണ്ടാക്കുകയാണ്. അതാണ് അല്ലാഹുവിന്റെ അർശിന്റെ കാര്യം. അത്രയും ഉന്നതനായ, അത്രയും ഉയരത്തിലുള്ള, അത്രയും ഉന്നതനായ, അത്രയും വലിയവനായ, അത്രയും മഹത്വത്തിന്റെ ഉടമയായ, അത്രയും സമുന്നതനായ അല്ലാഹു, സമ്പൂർണനായ അല്ലാഹു, ആ അല്ലാഹുവിനെ അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സാധാ സൃഷ്ടി, ആ സൃഷ്ടിയുടെ അരികിലേക്ക് ശുപാർശക്കാരനായിട്ട് വെക്കേ. എന്താ നീ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു. അപ്പോ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹിനെ കുറിച്ചുള്ള ഏത് വാക്ക് പറയുമ്പോൾ ഇന്നിപ്പോ ആർക്കും അള്ളാഹിനെ കുറിച്ച് പറയാൻ ഒരു പേടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദാഇ ഡോക്ടർ ജാക്കിർ നായിക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള വേറെ ചില ഇന്റർനാഷണൽ അതിന്റെ പതിപ്പുകളൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുമ്പോ പെട്ടെന്ന് പറയും, അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റാത്ത 1000 കാര്യമാണെങ്കിൽ ഞാൻ ഒരൊറ്റ നിൽപ്പിൽ നിന്ന് എണ്ണിത്തരും. എവിടെ ഇവരെ വാക്കൊക്കെ ചെന്ന് പതിക്കുന്നത്? അള്ളാഹ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള 1000 കാര്യം ഒരൊറ്റ നൃത്തത്തിൽ എണ്ണിത്തരും. ഇത് വളരെ സൂക്ഷിച്ചോളണം, വളരെ സൂക്ഷിച്ചോളണം. ഇല്ലെങ്കിൽ അവനവന്റെ ദുനിയാവ്, അവനവന്റെ ആഖിറം അവനവൻ തന്നെ നശിപ്പിക്കുകയായിരിക്കും അതിന്റെ ഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇസ്തിശ്ഫാഅ് അതൊരു അഅറാബിയാണ്. ലൈസ ബിമുതമദ്ദിൻ, അതൊരു നാഗരികനല്ല. ഇൽമുമായി, ഇൽമിന്റെ കേന്ദ്രങ്ങളുമായി, റസൂലുള്ളാഹിന്റെ സഹവാസവുമായി ദീർഘബന്ധമുള്ള ആളല്ല. അഅറാബി, അറിവിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് അകലെ അകലെ താമസിക്കുന്ന ഒരു അഅറാബി വന്നിട്ട് അദ്ദേഹത്തിന്റെ പട്ടിണി, അദ്ദേഹത്തിന്റെ പരിവട്ടം, അവിടെ ഉണ്ടായ ക്ഷാമം, മഴയില്ലായ്മ, അതിനുവേണ്ടി റസൂലുള്ളാഹിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാണ്. ആ പറയുന്ന സമയത്ത് നാവിൽ സംഭവിച്ച അദ്ദേഹത്തിന്റെ ഒരു തെറ്റ്, പക്ഷെ അത് ഗുരുതരമാണ്. ആ ഗൗരവം കൊണ്ട് റസൂലുള്ളാഹിന്റെ അള്ളാന്റെ മഖാമിനെ ബാധിക്കുന്ന,
അള്ളാന്റെ മഖാമിനെതിരിൽ പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ആകെ മാറി, റസൂലുള്ളാഹിന്റെ മുഖം മാറി. സുബ്ഹാനല്ലാഹ്, ഇത് പിന്നെ റസൂലുള്ളാഹിക്ക് പറയാനുള്ളൂ. ഇത് കേട്ടിട്ട് സഹാബത്തിന്റെ മുഖമാകെ കൂടി അവരാകെ അങ്കലാപ്പിലും ഭയങ്കര വിഷമത്തിലുമായി. അങ്ങനെ റസൂലുള്ളാഹി അദ്ദേഹത്തെ ശക്തമായ ഭാഷയിൽ ശാസിച്ചു വിട്ടു. വൈഹക് അത്തദ്രീ മല്ലാഹ് ഇന്ന ശഅനല്ലാഹി അഅലമു മിൻ ദാലിക് ഇന്നഹു ലാ യസ്തശ്ഫഉ ബില്ലാഹി അലാ അഹദിൻ മിൻ ഖൽഖിഹി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, സഹാബി വര്യനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്ക്, ഇന്നാ ലമുആഖദൂൻ, ഞങ്ങൾ പിടികൂടപ്പെടുമോ നബിയെ, ബിമാ തതകല്ലമു ബിഹി അൽസനതുന, ഞങ്ങളുടെ നാവ് കൊണ്ട് പറയുന്ന, നാവിൽ പറയുന്ന ഒരു വാക്കല്ലേ, അതിനിപ്പം എത്ര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള മറുപടി, തകിലത്തുക ഉമ്മുക യാ മുആദ്, സകിലത്തുക ഉമ്മുക യാ മുആദ്, മുആദ് നിന്റെ ഉമ്മ നീ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ദുഃഖിക്കാനിട വരട്ടെ എന്ന അർത്ഥത്തിലാണ് വാക്ക് ദുആഉൻ അലൈഹി, ഹിതകരമല്ലാത്ത കാര്യം പറയുമ്പോൾ നടത്തുന്ന ഒരു പ്രയോഗമാണ്. എന്നിട്ട് പറഞ്ഞു, വഹൽ യകുബ്ബുൻ നാസ ബിന്നാരി അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, ജനങ്ങൾ നരകത്തിലേക്ക് അവരുടെ മുഖം കുത്തിയിട്ട് അവരെ തള്ളിയിടുന്നത് എന്താ? അവരുടെ വാക്കല്ലാതെ, അവരുടെ നാവ് കൊണ്ട് അവർ സമ്പാദിച്ച കൊയ്തെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടല്ലാതെ ജനങ്ങളെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തുന്ന കാര്യം പിന്നെ എന്താണ്? അതുകൊണ്ട് അത് സൂക്ഷിക്കുക. അല്ലാഹുവിന്റെ മഖാമ് വരുമ്പോ പ്രബോധകന്മാരൊക്കെ അവരുടെ പ്രബോധന വൈഭവം തെളിയിക്കാൻ വേണ്ടി ഇത്തരം വാക്കുകൾ പറയുമ്പോ, സാധാരണക്കാർ അതല്ലാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ സംസാരിക്കുമ്പോ വളരെ സൂക്ഷിച്ചുകൊള്ളണം. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ മഖാമിനെ സംബന്ധിക്കുന്ന, അല്ലാഹുവിനോട് സൂഉല്ലദബ് വന്നു പോകുന്ന ഏതെങ്കിലും ഒരു വാക്ക് വന്നാൽ അബൂ ഹുറൈറ പറഞ്ഞതുപോലെ ഔ ബഖത് ദുനിയാഹു വ ആഖിറതഹു, ആ സ്ഥിതി വരുന്നത് വളരെ സൂക്ഷിക്കണം. ഫീഹി മസാഇൽ, ഈ അധ്യായത്തിൽ കുറച്ച് മസലകളുണ്ട്. ഒന്ന്, അൽ ഊലാ ഇൻകാറുഹു അലാ മൻ ഖാല ഇന്നാ നസ്തശ്ഫിഉ ബില്ലാഹി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടംപ്റ്റ് ചെയ്തു, ശക്തമായിട്ട് ഗണ്ണിക്കുകയും വിമർശിക്കുകയും ചെയ്തു, വിലക്കുകയും ചെയ്തു. എന്താണ്? അലാമൻ ഖാൽ, ഇങ്ങനെ പറഞ്ഞ ഒരാളോട് അയാളുടെ ആ വാക്ക് തീർത്തും നബി നിഷേധിച്ചു. എന്താണ് പറഞ്ഞത്? ഇന്നാ നസ്തശ്ഫിഉ ബില്ലാഹി അലൈഹി, അള്ളാഹുവിനെ നിന്റെ താങ്കളുടെ അടുക്കലേക്ക് ഞങ്ങൾ ശിപാർശക്കാരനാക്കുന്നു. അള്ളാഹിനെ ശിപാർശക്കാരനാക്കുക, അള്ളാഹിന്റെ സ്വത്തിന്റെ അടുക്കലേക്ക്. ആ വാക്ക് റസൂലുള്ളാഹി വകവെച്ചില്ല, സമ്മതിച്ചില്ല, മൗനം പാലിക്കുക പോലും ചെയ്തില്ല. എതിർത്തുമല്ല, അശങ്കല്ലിക്ക, കടുത്ത ഭാഷയിൽ നബി അതിനെ എതിർത്തു. എന്ന് മാത്രമല്ല, അതിൽ നിന്നുള്ള തന്റെ ബറാഅത്ത് രേഖപ്പെടുത്താൻ വേണ്ടി ആവർത്തിച്ച് തസ്ബീഹ് ചെയ്തു. അള്ളാഹിന്റെ സൃഷ്ടികൾ ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് പറയുന്നത് കടുത്ത അന്യായമാണ്. അവർ ഈ പറയുന്ന അന്യായപരമായിട്ടുള്ള അക്രമപരമായിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് എന്റെ റബ്ബ് എത്ര ഉയരത്തിലാണ്, അവന്റെ വിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, ഞാൻ ആ വിശുദ്ധി ഉയർത്തിപ്പിടിക്കുന്നു. അത്താനിയത്തു, രണ്ടാമത്തേത്, തഗയ്യുറുഹു, റസൂലുള്ളാഹി വാക്ക് കേട്ടപ്പോൾ, ഇതാണ് റസൂലുള്ളാഹിന്റെ ഗീറത്ത്. ഒരു മുഅ്മിനിന്റെ ഗീറത്ത് അങ്ങനെ ആയിരിക്കണം. ശഅസിയം ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ എപ്പോഴാണ് അയാൾക്ക് ഗീറത്ത് വേണ്ടത്? തന്റെ സ്വത്തിനെ, തന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ബാധിക്കുന്ന വിഷയം വന്നാൽ ഓരോരുത്തരും ഇങ്ങോട്ട് വാളെടുത്തിട്ട് ചാടും. അതവിടെ വെച്ചേക്കുക, ചെറിയ കാര്യം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്തിഖാം ചെയ്തിട്ടുള്ളത്, റസൂലുള്ളാഹി ഇന്തിഖാം ചെയ്തിട്ടുള്ളത് സ്വന്തത്തിന്റെ കാര്യത്തിൽ ആരോടും ഇന്തിഖാം ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഗീറത്ത് കാണിക്കുന്നത്, അതുപോലെ തന്നെ പ്രതിക്രിയാപരമായ നടപടി കൈക്കൊള്ളുന്നത്, റസൂലുള്ളാഹി കർക്കശ സ്വഭാവക്കാരനാകുന്നത് അള്ളാന്റെ മഹാരിമുകൾ അത് ലംഘിക്കപ്പെടുമ്പോഴാണ്. ഇത് അള്ളാന്റെ മഹാരിമിന്റെ അപ്പുറത്തേക്ക് പോയി. അള്ളാന്റെ ദാത്തിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ മഖാമിൽ, അള്ളാഹുവിന്റെ ജംബിൽ നടത്തിയിട്ടുള്ള ഏറ്റവും കടുത്ത ആരോപണമാണ്. ആരോപണം വന്നപ്പോൾ റസൂലുള്ളാഹി മാറി. തഗയ്യുറൻ ഉരിഫ ബി വുജൂഹി അസ്ഹാബിഹി, റസൂലുള്ളാഹിന്റെ മാറ്റം തന്റെ അനുചരന്മാരുടെ മുഖത്ത് പ്രതിഫലിക്കുക തന്നെ ചെയ്തു. മിൻ ഹാദിഹിൽ കലിമ, എല്ലാത്തിനും കാരണം എന്താണ്? ഒരു വാക്ക്.
അഅറാബി പ്രയോഗിച്ചിട്ടുള്ള ഒരു വാക്ക് ഇന്നാ നസ്തശ്ഫിഉ ബില്ലാഹി അലൈഹി എന്നുള്ള വാക്ക്. അള്ളാഹുവിനെ താങ്കളുടെ അടുക്കൽ ഞങ്ങൾ ശുപാർശക്കാരനാക്കുന്നു എന്ന് പറഞ്ഞ വാക്ക്. ആ വാക്കാണ് റസൂലുള്ളാന്റെ രൂപം, റസൂലുള്ളാന്റെ ഭാവം മാറിയത്. അതവിടുത്തെ സ്വഹാബത്തിന്റെ മുഖഭാവങ്ങളിൽ പ്രതിഫലിച്ചത് ഈ വാക്കായിരുന്നു. മൂന്നാമത്തേത് അന്നഹു ലം യുൻകിർ അലൈഹി ഖൗലഹു നസ്തശ്ഫിഉ ബിക അലല്ലാഹ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാന്റെ അടുക്കൽ ശുപാർശക്കാരനാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും തകരാറില്ല. കാരണം അത് അദ്ദേഹം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹ് അതിന്റെ ഇൻകാർ ചെയ്തിട്ടില്ല, അതിനെ എതിർത്തിട്ടില്ല. ലം യുൻകിർ അന്നഹു ലം യുൻകിർ, നിശ്ചയമായും റസൂലുള്ളാഹ് ഇൻകാർ ചെയ്തിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. അലൈഹി ആ അഅറാബിയോട് ഖൗലഹു അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് ഏത്? നസ്തശ്ഫിഉ ബിക, താങ്കളെ ഞങ്ങൾ ശുപാർശക്കാരനാക്കുന്ന നബിയെ അലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ. ഞങ്ങൾ വെള്ളം ചോദിക്കുന്നു, മഴ ചോദിക്കുന്നു. ഞങ്ങളുടെ ചോദ്യം അതൊന്നും കൂടി ബലപ്പെടാൻ വേണ്ടിയിട്ട്, അത് വേഗത്തിൽ കിട്ടാൻ വേണ്ടി, അതിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിലേക്ക് താങ്കളെ കൂടെ ഞങ്ങൾ ശുപാർശക്കാരനാക്കുന്നു. താങ്കളും കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മഴ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പറയണം, പ്രാർത്ഥിക്കണം. അതിലൊരു തെറ്റില്ല. അർറാബിഅതു വത്തൻബീഹു അലാ തഫ്സീരി സുബ്ഹാനല്ലാഹ്. ഇവിടെ സുബ്ഹാനല്ലാഹന്റെ വ്യാഖ്യാനം അത് ഉണർത്തുന്നുണ്ട്. ഈ സംഭവം സുബ്ഹാനല്ലാഹയുടെ ശരിയായ വ്യാഖ്യാനം നമ്മെ തെളിപ്പെടുത്തുന്നുണ്ട്. എന്താണത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സബ്ബഹ എന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തുക, ഉയർത്തി നിർത്തുക എന്നാണ്. ഏതിൽ നിന്നാണ് അകറ്റുന്നത്? ആരോപണങ്ങളിൽ നിന്ന്, തെറ്റായ ആരോപണങ്ങളിൽ നിന്ന് അകറ്റുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവന്റെ സൃഷ്ടികൾ പറയുന്നതോ ചെയ്യുന്നതോ ആയ എന്ത് തെറ്റായ ആരോപണങ്ങളും, ആ ആരോപണങ്ങൾക്ക് അല്ലാഹുക്ക് യാതൊരു ബന്ധമല്ല. അവൻ അതിൽപ്പെട്ടവനല്ല, അവൻ അതിൽ നിന്ന് എത്രയോ ഉന്നതനാണ് എന്ന് പറയുന്നതാണ് തസ്ബീഹ്. അതുകൊണ്ട് തന്നെ അവന്റെ അസ്മാകളിലും അവന്റെ സിഫാത്തുകളിലും നിഷേധിക്കുന്ന, അവനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് നിഷേധിക്കുന്ന അതിന്റെ നഫീന്റെ ഭാഗമാണ് സുബ്ഹാനല്ലാഹ്. അതിന്റെ ഇത്ബാത്തിന്റെ ഭാഗമാണ് അൽഹംദുലില്ലാഹ്. അത് ഉലൂഹിയത്തിലേക്ക് വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉലൂഹിയത്തില് ഒരു നഫിയും ഇസ്ബാത്തും ഉണ്ട്. ആദ്യം ഒരു വ്യാജ ദൈവത്തെയും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ലാ ഇലാഹ, എന്നിട്ട് ഇല്ലല്ലാഹ്, ശരിയായ ഹക്കായ ന്യായമായ ഇബാദത്ത് ചെയ്യേണ്ട അള്ളാഹനെ മാത്രമേ ഞാൻ സമ്മതിക്കൊള്ളൂ എന്ന് പറയുന്ന ഇസ്ബാത്ത്, അഫർമേഷൻ ഉണ്ട്. ഇതിന് നേരെ അഭിമുഖമായിട്ട് അസ്മാ സിഫാത്തുകളിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ അസ്മാകളിലോ അവന്റെ സിഫാത്തുകളിലോ അവന്റെ നാമങ്ങളിലോ അവന്റെ ഗുണവിശേഷങ്ങളിലോ തെറ്റായ എന്തെല്ലാം കാര്യങ്ങൾ പറയപ്പെടുന്നു, വിശ്വസിക്കപ്പെടുന്നു, കരുതപ്പെടുന്നു, ആ കാര്യങ്ങളെ മുഴുവനും നിഷേധിക്കുക. അതായിട്ട് എന്റെ റബ്ബിനൊരു ബന്ധമല്ല, അതിൽ നിന്ന് എന്റെ റബ്ബിനെ ഞാൻ ഉയർത്തി വാഴ്ത്തിയിരിക്കുന്നു. എന്നിട്ട് അൽഹംദുലില്ലാഹ്, അവനുള്ളത് മഹാമിദുകളാണ്. അവന് ഗുണഗണങ്ങളുണ്ട്, എല്ലാ പൂർണ്ണതയുടെയും ഗുണഗണങ്ങൾ അവനുണ്ട്. അതവൻ നമ്മെ പഠിപ്പിച്ചു തന്നത് നമ്മൾ പറയുന്നു. അവന്റെ മഹാമിദുകൾ നമ്മൾ ചൊല്ലുന്നു. അപ്പൊ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് പോലെ അസ്മാഉ സിഫാത്തുകളിലുള്ള വചനങ്ങളാണ്. പിന്നെ അൽ ഖാമിസത്തു, അഞ്ചാമത്തേത് അന്നൽ മുസ്ലിമീന യസ്അലൂനഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്തിസ്ഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസ്ലിമീങ്ങൾ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്, മഴ കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവോട് മഴ ചോദിക്കാൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. റസൂലുള്ളാഹ് ജീവിച്ചിരുന്ന കാലത്ത് അവർക്കിതുപോലെ മഴ കിട്ടാതായാൽ റസൂലുള്ളാഹിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. യാതൊരു സംശയവും. അതിലൊരു സന്ദർഭം ഇപ്പൊ നമ്മൾ വായിച്ചു. മറ്റൊരു സന്ദർഭം സഹീഹുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ള മിമ്പറിൽ വെച്ചുകൊണ്ട് ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരു അഅറാബി ഇങ്ങനെ പള്ളിയിലേക്ക് വാതിലൂടെ കയറി വന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് ഇപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ സമാനമായിട്ടുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞു. മഴയില്ലാത്തത് കൊണ്ട് നാട്ടിലാകെ ഉണ്ടായിട്ടുള്ള വരൾച്ചയും പട്ടിണിയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട്, അതുകൊണ്ട് അള്ളാഹിനോട് ഞങ്ങൾക്ക് മഴ തരാൻ വേണ്ടിയിട്ട് അവിടുന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ചുകൊണ്ട് കൈകൾ ഉയർത്തി. ഞങ്ങൾ ആ സമയത്ത് ഒരു ചുറ്റും ഞങ്ങളിങ്ങനെ കണ്ണ് ആകാശത്തിൽ ചക്രവാളത്തിൽ ഒരു ചുറ്റും ഞങ്ങൾ കറങ്ങി നോക്കിയപ്പോ കാർമേഘത്തിന്റെ ഒരു കഷ്ണം, ഒരു തരിമ്പ് പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ റസൂലുള്ളാഹി ദുആ ചെയ്തു. ആ മിമ്പറിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ നമസ്കരിച്ചു. നമസ്കരിക്കുമ്പോ ഓലങ്ങനെ നനഞ്ഞ് ചോർന്നിട്ട് ഞങ്ങൾ വെള്ളത്തിലും മണ്ണിലുമാണ് സുജൂദ് ചെയ്തത്. വീട്ടിലേക്ക് ഞങ്ങൾ പോയത് തുണി പൊക്കിപ്പിടിച്ചിട്ട് കലായി ചാടി കിടന്നിട്ടാ പോയത്. ഹദീസിലുണ്ട്. അങ്ങനെ ഇസ്തിസ്ഖാ നടത്തും. അത് റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്ത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു. മരണപ്പെട്ടതിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് താനിൽ ഖുലഫാഇർ റാഷിദീൻ, രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് കടുത്ത വരൾച്ച വന്നു. ആ കടുത്ത വരൾച്ച വന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതും ജീവിച്ചതും സമാണ്. നബിയോട് പോയിട്ട് ഇസ്തിസ്ഖാ നടത്താൻ പറ്റോ? ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു. റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ്. റസൂലുള്ളാഹിന്റെ 4 പിതൃവ്യന്മാരിൽ 2 പേര് മുഅ്മിനീങ്ങളും 2 പേര് മുഅ്മിനീങ്ങളല്ലാതെയും പോയി. മുഅ്മിനീങ്ങളായിട്ടുണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ ഹംസയും മറ്റൊന്ന് അബ്ബാസുമാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിൽ രക്തസാക്ഷ്യം വരിച്ചു. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് പിന്നെയും ദീർഘമായി ജീവിച്ചു. ആ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ ഉമർ ഇബ്നുൽ ഖത്താബ് വിളിച്ചിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കൾക്ക് ഒരു പിതാവിന്റെ സ്ഥാനം നൽകാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങക്ക് നൽകി പോന്നിട്ടുള്ള ആ സ്ഥാനം മുൻനിർത്തിയിട്ട്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കൾക്കുള്ള അടുത്ത കുടുംബബന്ധം, ആ കുടുംബബന്ധം ഖറാബ, അത് മുൻനിർത്തിയിട്ട് താങ്കളെ ഞാനിതാ ചുമതലപ്പെടുത്തുന്നു, താങ്കളോട് ഞാനിതാ ആവശ്യപ്പെടുന്നു. ജനങ്ങൾക്ക് മഴല്ല, അതുകൊണ്ട് തന്നെ മഴയെ ചോദിച്ചുകൊണ്ടുള്ള നമസ്കാരം സ്വലാത്തുൽ ഇസ്തിസ്ഖാ, ഇസ്തിസ്ഖാഇന് താങ്കളെ നേതൃത്വം വഹിക്കണമെന്ന്. ഇസ്തിസ്ഖാഇന് താങ്കളെ നേതൃത്വം വഹിക്കണം. അപ്പൊ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ആളുകളെയൊക്കെ കൂട്ടിയിട്ട് ഇസ്തിസ്ഖാഇ നമസ്കരിച്ചു. ആ ഇസ്തിസ്ഖാഇൽ പറഞ്ഞു, അള്ള നമുക്ക് നൽകുന്ന ഏതെങ്കിലും ഒരു നിഅമത്ത് അള്ള എടുത്തു കളയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും നന്മകൾ കുറയുകയും തിന്മകൾ നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നിഅമത്ത് കുറഞ്ഞു പോകുന്നത്. അങ്ങനെ ഒരു പരീക്ഷണം നമുക്ക് വന്നുപെട്ട് കഴിഞ്ഞാൽ ലാ തുർഫഅ ഇല്ലാ ബിതൗബ, ആ തെറ്റിൽ നിന്ന് നമ്മൾ പുതുതായി തുടങ്ങിയിട്ടുള്ള തെറ്റിൽ നിന്ന് നമ്മൾ മടങ്ങി തൗബ ചെയ്താലല്ലാതെ ആ പരീക്ഷണം നമ്മളിൽ നിന്ന് അല്ലാഹു ഉയർത്തുകയുമില്ല. അതുകൊണ്ട് ആദ്യം നമ്മളിൽ നമ്മൾ മാറ്റം വരുത്തുക. അങ്ങനെ അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിച്ചു, തൗബക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചു, അത് ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഇസ്തിസ്ഖാ നടത്തി, അഥവാ ഇസ്തിസ്ഖാ നമസ്കാരത്തിന് വേണ്ടി ഇമാമ് നിന്ന് കൊടുത്തു. അങ്ങനെ വെള്ളം കിട്ടി, കള കിട്ടി. അങ്ങനെ പലരും നല്ല ആളുകളെ ഇങ്ങനെ നമസ്കാരത്തിന്റെ ദുആക്ക് വേണ്ടിയിട്ട് നേതൃത്വം ഏൽപ്പിക്കുക എന്ന ഇസ്തിസ്ഖാ അനുവദിക്കപ്പെട്ടതാണ്. എന്നാൽ മരിച്ചുപോയ ഒരാളെ കൊണ്ടും, അബൂബക്കർ സിദ്ദീഖ്, അതുപോലെ തന്നെ വേറെ പലരും ഉണ്ട്, അവരെ കൊണ്ടൊന്നുമല്ല, ജീവിച്ചിരിക്കുന്ന ഒരാളെ കൊണ്ട് മാത്രമാണ്. പിന്നെ അതാ ബനൂ ഉമയ്യക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അത് കടുത്ത ഒരു വരൾച്ച വന്നു. അപ്പോ എല്ലാവരെയും കൂട്ടിയിട്ട് ഖലീഫ ഇസ്തിസ്ഖാഇന് വേണ്ടിയിട്ട് മൈതാനത്ത് അണിനിരന്നപ്പോ ഏറ്റവും നല്ലവനായ ഒരു മനുഷ്യനെ കൊണ്ട് ഇമാമ് നിർത്തിയിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യിക്കണം. അങ്ങനെ യസീദ് ഇബ്നുൽ അസ്വദ് അൽ ജുറശി അദ്ദേഹം ഇസ്തിസ്ഖാ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഖലീഫ പറഞ്ഞു, യസീദ് ഇബ്നുൽ അസ്വദ് അൽ ജുറശി ഉണ്ടെങ്കിൽ വരട്ടെ, അള്ളാഹുവോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്, നമസ്കാരത്തിന്റെ നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് വരട്ടെന്ന്. അയാൾ കാണാതെ വല്ല ഒഴിഞ്ഞു നിന്നു. അയാൾ വരുന്നില്ല. അപ്പൊ ഖലീഫ അസ്മ ചെയ്തു, ഉറപ്പിച്ചു പറഞ്ഞു, യസീദ് ഇബ്നുൽ അസ്വദ് അൽ ജുറശി ഇവിടെ സന്നിഹിതരായവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. ഖലീഫന്റെ കൽപ്പനയാണ് ധിക്കരിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം വന്നു. അദ്ദേഹത്തെ ഇസ്തിസ്ഖാ നടത്താൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു. മഴ ചോദിച്ചുകൊണ്ട് ദുആ ചെയ്യാനും നമസ്കരിക്കാനും വേണ്ടി അദ്ദേഹത്തെ ഏർപ്പാടാക്കി. അദ്ദേഹം ഇസ്തിസ്ഖാ നടത്തി. നിസ്കാരം കഴിഞ്ഞില്ല, ഒന്നായിട്ടും പൊളിഞ്ഞ, ഒന്നായിട്ടും മഴ. അങ്ങനെ ആളുകളൊക്കെ വെള്ളം ചവിട്ടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. അതുവരെ യസീദ് ഇബ്നുൽ അസ്വദ് അൽ ജുറശി ആരാണ് ആർക്കും അറിയില്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ. അങ്ങനെയാണ് മുത്തഖീങ്ങളായ ആൾക്കാർ നടന്നു പോവുക. ഔലിയാക്കരം വിൽപ്പനക്ക് വെക്കുന്ന ചരക്കല്ല എന്ന് മനസ്സിലാക്കുക. ഔലിയാക്കരം എന്ന് പറയുന്നത് ഒരു വിൽപ്പന ചരക്കല്ല. അദ്ദേഹം ആകെ വിഷമിച്ചു. അദ്ദേഹം വീട്ടിലെത്തിയ ആളുകളൊക്കെ അദ്ദേഹം ദുആ ചെയ്തിട്ട് അദ്ദേഹത്തെ ഖലീഫ വിളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അത്രയും സാലിഹായ ഒരു മനുഷ്യനായതുകൊണ്ടാണ് എന്നുള്ളത്, അതിന്റെ ശരിയായ അതിന്റെ ഇഫക്റ്റ് അവര് മഴ കിട്ട് പൊളിഞ്ഞാടിയിട്ട് അതും കൊണ്ട് വീട്ടിലേക്ക് പോയപ്പോ കണ്ടതുമാണ്. അദ്ദേഹത്തിന് ആകെ വിഷമായി. അദ്ദേഹം വീട്ടിലെത്തിയിട്ട് അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുവേ ലഖദ് ശഹറനി ഫുലാനുൻ ഹാദാ,
ഖലീഫ അദ്ദേഹം എന്നെ പ്രസിദ്ധനാക്കി, ഞാൻ ആരും അറിയാതെ എന്റെ ഇബാദത്തുമായിട്ട് ഞാൻ മൂലൊക്കെ നടന്നു പോവുകയായിരുന്നു. ഇപ്പൊ ഖലീഫ എന്നെ പ്രസിദ്ധനാക്കി റബ്ബേ, അതുകൊണ്ട് എനിക്ക് വല്ല ഹൈറുമുണ്ട്, എന്നിൽ വല്ല ഹൈറുമുണ്ട് എന്ന് റബ്ബെ നീ കാണുന്നുവെങ്കിൽ എന്നെ നീ നിന്നിലേക്ക് ഉയർത്തണേ, എന്നെ നീ ഇവിടുന്ന് വേഗത്തിൽ കൊണ്ടോണേ, അല്ലെങ്കിൽ ഇനി ഈ ശുഹറത്തിന്റെ പേരിൽ ഫിത്നയിൽ അകപ്പെടും. ആൾക്കാർ വരും, എല്ലാവർക്കും ദുആ ചെയ്തു കൊടുക്കണം. ദുആ ചോദിക്കാൻ ആൾക്കാർ കൂടും, നമുക്കറിയാവുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ആൾക്കാർ പിന്നാലെ കൂടിയിട്ട് ഒരു മനുഷ്യനെ കേടുവരുത്തുന്നതിൽ ഏറ്റവും പ്രധാനം അവിടുത്തെ ആൾക്കാരാ ചെന്നിട്ട് പിന്നാലെ കൂടി കേടുവരുത്തുക. റബ്ബേ, അങ്ങനെയുള്ള ഒരു പരീക്ഷണം, ഒരു ഫിത്നയുടെ പരീക്ഷണം ഉണ്ടാകുന്നതിന്റെ മുമ്പ് എന്നെ നീ ഉയർത്തണമെന്ന്. ഒരു മാസം കഴിഞ്ഞതിന് മുമ്പ് അള്ളാഹ് അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്തു. അപ്പൊ ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അല്ലാതെ മരിച്ചവരെ കൊണ്ടല്ല. ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഹൈറായ ആൾക്കാർ അവർ അള്ളാഹിനോട് ചോദിക്കുന്നു, മറ്റുള്ള ആളുകളിൽ ചോദിക്കുന്നു. അവരുടെ ചോദ്യവും മറ്റുള്ളവരുടെ ചോദ്യവും കൂടുമ്പോൾ അത് ഇരട്ടയാകുന്നു, അത് ബലം കൂടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വസിയത്ത് പ്രകാരം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയാണ് കടന്നത്. ഏതാണെങ്കിലും അള്ളാഹുവിന്റെ മഖാമുർ റുബൂബിയ്യത്തി വൽ ഉലൂഹിയ്യ, ആ ഉലൂഹിയത്തിന്റെയും ഉബൂദിയ്യത്തിന്റെയും മഖാം അനുസരിച്ച് അവൻ ഒരിക്കലും ശാഫിഉ വലാ ശഫീഉ, അള്ളാഹ് ശുപാർശക്കാരനല്ല. മറിച്ച് അള്ളാഹ് പറഞ്ഞാൽ അവന്റെ അടുക്കൽ മറ്റുള്ളവർ അങ്ങോട്ട് ശുപാർശ പറയുക മാത്രമേ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് അള്ളാഹിനെ ഒരു സൃഷ്ടിയുടെ അടുക്കലേക്ക് ശുപാർശക്കാരനാക്കുന്നു എന്ന് പറയുന്നത് തനഖ്ഖുസുൻ ഫീ മഖാമി റുബൂബിയ്യത്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയ്യത്തിൽ വരുത്തുന്ന ഒരു ലോപമാണ്. അതുകൊണ്ട് തന്നെ അത് തൗഹീദിന്റെ ഭംഗം വരുത്തും. അതിനാൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ള കാര്യം പാടില്ല, അത് തൗഹീദിന്റെ വിരുദ്ധമാണ് എന്ന കാര്യം അധ്യായത്തിൽ നമ്മെ പഠിപ്പിച്ചു. അല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.